Are you ready? Good morning. Good morning, everyone. Okay. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് സെഷൻ എന്നുള്ളതെല്ലാം പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് എന്തിനു നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഹൗ ആർ യു ഡൂയിങ്? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശരത്ത് എന്ത് ചെയ്യുക, എല്ലാ ഗ്രൂപ്പിലൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ. So how are you doing? Fine. Comment RE in the comment. Just comment down RE. Just comment down RE. Okay. നമുക്ക് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജിൽ വെച്ചിട്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. മെസ്സേജ് ഇതാണ്, ബി ഹംബിൾ. നമ്മൾ എന്ത് ചെയ്യുക, ഹംബിൾ ആവുന്നതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. യു ഷുഡ് ഫീൽ ഹംബിൾ. ഹംബിളായിട്ടിരിക്കും. വീഡിയോ കാണുന്നില്ല എന്ന് പറയുന്നു. വീഡിയോ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ? ഗിവ് മി എ തംസ് അപ്പ്. ഓക്കെ. പരമാവധി ആൾക്കാർ എന്ത് ചെയ്യാം, വീഡിയോയിൽ വരിക. റഷീദ് ഖാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകും. വെരി ഗുഡ്. ആ വേർഡ് ശ്രദ്ധിച്ചോ നിങ്ങൾ? ആദ്യം ദൈവത്തിനൊന്ന് സ്തുതിച്ചിട്ടാണ് സുഖമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞത്. ദാറ്റ്സ് കോൾഡ് ഹംബിൾനെസ്. ഹംബിൾനെസ് ഡെയിലി ലൈഫ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം. ഞാനല്ല വലുത്, എനിക്ക് മുകളിൽ അതിലേറെ എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ സേഫാണ്. അല്ലെങ്കിൽ വേറൊരാളിലേക്ക് നമ്മൾ നമ്മളുടെ ഈഗോ ഇല്ലാതെ ജീവിക്കാൻ, ഈഗോ ഇല്ലാതെ, അഹങ്കാരമില്ലാതെ ജീവിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ്. ഓൾവേസ് ഈശ്വരന്, ദൈവത്തിന്, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്, പ്രപഞ്ചശക്തിക്ക്, പ്രകൃതിക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നത് വളരെയധികം നല്ലൊരു ക്വാളിറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ബുഷൈന, ആർ യു ദേർ? അത് തിരക്കിലാണോ? ഓക്കെ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് വീഡിയോയിൽ. തിരക്കിലാണോ ബുഷൈന? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറയൂ. ഹലോ ഹലോ. ഓക്കെ, കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, നമ്മുടെ ഷെഫിൽ ഇവിടെ എത്തിയിട്ടുണ്ടോ? ഷെഫിൽ ആ സാർ പറയൂ, ലൈനുണ്ട്. ഓൺലൈനിലുണ്ട്. ഓക്കെ. ഷെഫിൽ വീഡിയോയിൽ വന്നൂടെ? വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നമ്മളുടെ സെഷൻ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയും. അപ്പോൾ അതിനു മുൻപ് പറഞ്ഞതുപോലെ മെസ്സേജ് എന്താണ്? ബി ഹംബിൾ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നമ്മളുടെ ലൈഫിൽ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഹംബിളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എന്താണ് ഹംബിൾനെസ്? നമുക്കൊരുപാട് കഴിവുകളുണ്ട്, നമുക്ക് പലതും നമുക്ക് സ്വയം ചെയ്യാൻ കഴിയും. എങ്കിൽ പോലും ഇതൊന്നും എനിക്കെല്ലാം കഴിയും എന്നുള്ള ഒരു അഹന്ത കയറിയിട്ട്, ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്ത കയറിയിട്ട് നമ്മൾ പലപ്പോഴും പഠിക്കേണ്ട പാഠം പഠിക്കാതെ, നമ്മൾ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാതെ, നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിലേക്ക് മനസ്സിലാക്കാതെ നമ്മൾ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കാതെ, പഠിക്കേണ്ട രീതിയിൽ പഠിക്കാതെ നമ്മൾ പോകുന്നു. നിങ്ങൾ വായിക്കേണ്ട ഒരു ബുക്ക് ഉണ്ട്, പറഞ്ഞു തരട്ടെ? Can I tell you? Are you excited? ഈഗോ ഈസ് ദ എനിമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്. ഈഗോ ഈസ് ദ എനിമി.
ഈഗോ ഈസ് ദ എനിമി. റയാൻ ഹോളിഡേ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എഴുതിയിട്ടുള്ള ബുക്കാണ്. വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളി എഴുതിയിട്ടുള്ള ബുക്കാണ് ഈഗോ ഈസ് ദ എനിമി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള ബുക്കാണ് ഈഗോ ഈസ് ദ എനിമി. അയാളുടെ തന്നെ മറ്റൊരു ബുക്കാണ് ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ. അത് നോട്ട് ചെയ്തോളൂ, ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ. ആൻഡ് അതിന്റെ മലയാളം ഉണ്ട്, വിഘ്നം തന്നെ മാർഗം എന്ന് പറഞ്ഞിട്ട്. വിഘ്നം തന്നെ മാർഗം. ഇത് നമ്മുടെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ വിജയം കണ്ടെത്താം. ഭയങ്കര രസമാണ്. റഷീദ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്, കുറച്ച് വായിച്ചിട്ടുണ്ട്, കുറച്ച് വായിക്കണം. അതിന്റെ ആ ബുക്കിന്റെ പേര് തന്നെ ഒരു വലിയൊരു ആശയമായിട്ട്. വലിയൊരു ആശയം, വലിയൊരു ആശ്വാസമാണ് അല്ലെ? അതെ, രണ്ടുമാണ്. ഒരുപാട് പേർക്ക് വലിയൊരു ആശ്വാസമാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്കുള്ള മാർഗം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെങ്ങനെ കണ്ടെത്താം, അതെങ്ങനെയാണ് നമ്മൾ അതിനു വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റിംഗ് ഭയങ്കരമാണ്. അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി മാറിപ്പോകും, വേറെ ലെവലിലേക്ക് ആയിപ്പോകും. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്കാണ്, വാങ്ങിക്കുക. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഇതിന്റെ ഓഥർ ആരാണ്? ഞാൻ ജസ്റ്റ് കയറിയുള്ളൂ. റയാൻ ഹോളിഡേ. റയാൻ ഹോളിഡേ. ഹോളിഡേ. അപ്പൊ അടുത്തത് ഈ രണ്ട് ബുക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു ലൈഫ്, പ്രത്യേകിച്ച് ഈഗോ ഈസ് ദ എനിമി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അപ്പം ഇത് നിങ്ങൾ എന്ത് വെച്ചാൽ എന്തായാലും വായിക്കാം, മലയാളം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സെഷനിലേക്ക് വരാം. ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. വരുന്നവരെ ജസ്റ്റ് കുറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചതാണ്. എന്താണ് ഇന്നത്തെ സെഷന്റെ പ്രാധാന്യം, അതൊന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ സെഷൻ എന്നും കൂടെ മനസ്സിലാക്കുക. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് പേരെന്താ? ഇന്നത്തെ സെഷന്റെ പേരെന്താണ്? ഇറ്റ്സ് മീ ദ റിയൽ മീ. എല്ലാ സൺഡേസിലും ഇനി നമ്മൾ ഇത് നടത്താൻ പോവുകയാണ്. അപ്പോ ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പേരിപ്പം ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുറെ ആൾക്കാരുണ്ട്. ഈ പങ്കെടുത്ത ആൾക്കാർക്ക് അവർക്ക് ഉള്ളൊരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്, അവരുടെ ലൈഫ് മാറിയിട്ടുണ്ടാവും പല രീതിയിൽ. ആ ലൈഫ് മാറിയത് അവർക്കിവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അതിൽ നിന്ന് ഇതുവരെ കോഴ്സിൽ പങ്കെടുക്കാത്ത ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ലഭിക്കാനും, അവരെന്തൊക്കെയാണോ കോഴ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാർ അവർ പഠിച്ച കാര്യങ്ങൾ അവരിവിടെ ഷെയർ ചെയ്യാം. ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? പഠിക്കാത്ത ആൾക്കാർക്ക് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കാരണം പല ആൾക്കാർക്കും കോഴ്സിലേക്ക് വരാൻ കഴിയില്ല എന്ന് വരും. അപ്പോൾ ഈ പഠിച്ചിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന അവരുടെ നോളജുകൾ അവർക്ക് ഷെയർ ചെയ്യാനും, ഇപ്പൊ ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താ ഗുണം? ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ ഇത്രയും വലിയൊരു ഓഡിയൻസിലേക്ക് അവർ പരിചയപ്പെടുകയാണ്. അവരുടെ പ്രൊജക്റ്റുകളെ പരിചയപ്പെടുത്താം. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താണ്? അത്രയും ആൾക്കാർ നിങ്ങൾ അറിയുന്നത് എപ്പോഴും നിങ്ങളുടെ സർക്കിള് വലുതാക്കുന്നതാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ല ബന്ധങ്ങളാണ്. വളരെ പോസിറ്റീവായ ഒരു കമ്മ്യൂണിറ്റി, വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ വളരെ പോസിറ്റീവായ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ബന്ധങ്ങൾ നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗുണമായിട്ട് മാറും. സോഷ്യൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു അസെപ്റ്റാണ്. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള, നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള, നിങ്ങളെ കുറച്ചുകൂടെ സ്വീകാര്യനാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ നിങ്ങൾ പരമാവധി നടത്താൻ ശ്രമിക്കുക. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസന്റേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനും, പ്രസന്റേഷൻ ആ ഒരു കഴിവ് പുറത്തെടുക്കാനും, ആ ഒരു ധൈര്യം പുറത്തേക്ക് കൊണ്ടുവരാനും, ഒരു എക്സ്പോഷർ ബിൽഡ് ചെയ്യാനും ഒക്കെയുള്ള ഈ ഒരു അവസരം കൂടിയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് യു ആർ ബിക്കമിങ് എ ലീഡർ. നിങ്ങളൊരു ലീഡറായിട്ട് മാറുകയാണ്. നിങ്ങൾ ദെൻ യു ആൾസോ ബിക്കം എ തോട്ട് ലീഡർ. ഒരു ചിന്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തത്വചിന്ത, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ, ജീവിത രീതി മറ്റുള്ളവരിലേക്ക് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിലേക്ക് പാസ് ചെയ്യുന്ന ഒരു തോട്ട് ലീഡറായിട്ട് നിങ്ങൾ മാറുന്നു. ആൻഡ് യു ആർ ഇൻസ്പയറിങ് അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ ആ ഒരു കർമ്മം, നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു കർമ്മം ചെയ്യും. നമുക്കൊക്കെ ഒരുപാട് നോളജ് കിട്ടിയിട്ടുണ്ടാകും. ഈ നോളജ് എന്ത് ചെയ്യും? മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എത്തിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് നമുക്കിത് ചെയ്യണം. അപ്പോൾ ഇപ്രാവശ്യം എനിക്കിവിടെ ഓൾറെഡി ഒരാൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. വേറെയും ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1-2 പേർക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം.
റെഡി ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മീറ്റിങ്ങിൽ. ഇന്നത്തെ സെഷനിലേക്ക് വരുമ്പോൾ ഷിഫിലാണ് നമുക്ക് ആദ്യമായിട്ട് ഈ സെഷൻ എടുക്കാൻ വരുന്നത്. ഷിഫിലിനെ എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം. എല്ലാവരും ഷിഫിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. ഷിഫിൽ എന്താ പറയുക, ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെൽക്കം ഷിഫിൽ. ജസ്റ്റ് ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടേക്ക് ഹാൻഡ് കൊടുക്കാം. ഐ വാണ്ട് യു ടു വെൽക്കം എവറി വൺ. ഓക്കെ. നമ്മൾ എന്താ വെച്ചാൽ ഒരാൾ അദ്ദേഹത്തിന്റെ ടൈം, അദ്ദേഹം കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് അദ്ദേഹത്തിന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനാണ്. ഇവിടെ ഞാൻ കൂടുതൽ പ്രസംഗിക്കുക എന്നുള്ളതല്ല. ഫസ്റ്റ് സെഷനായിട്ടുള്ള ഇന്നാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുള്ളൂ. ഇത് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഈ സംഗതി എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു 6 സെഗ്മെന്റ് ആയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. സ്റ്റോറി ഷെയറിംഗ് ആണ്. അപ്പൊ ഇതെന്താണ്, ഇറ്റ്സ് മീ ദ റിയൽ മീ. ഷിഫിൽ പറയാൻ പോവാണ്. ഷിഫിൽ എന്ന് പറയുന്ന റിയൽ മീയെ, റിയൽ ആയിട്ടുള്ള ഷിഫിൽ കണ്ടെത്തി. ആ കണ്ടെത്തിയിട്ടുള്ള, കാരണം ഷിഫിലിന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ആ കപ്പാസിറ്റി ഷിഫിൽ കോഴ്സ് ചെയ്തിട്ട് കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയും. അപ്പൊ ആ മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെ അത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടും. ഓൾറെഡി കോഴ്സിൽ വന്നിട്ടുള്ള ആൾക്കാർക്കും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കിട്ടും. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അച്ചീവ്മെന്റ്സ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട്, ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് എന്താ പറയുക, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കുറെ അറിവുകളുണ്ടാവും, പോയിന്റ്സുകളുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഓഫ് മൈ ഹീലിംഗ് ജേണി എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു സബ് ടൈറ്റിൽ വരുന്നത്. സ്റ്റോറി ഓഫ് മൈ ഹീലിംഗ് ജേണി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഹീലിംഗ് ജേണി, അദ്ദേഹം എങ്ങനെ ഹീൽ ചെയ്തു, ഓവറോൾ നമ്മൾ ചെയ്യുന്നത് ഹീലിംഗ് ആണ്. അപ്പൊ ഹീലിംഗ് ജേണി, അദ്ദേഹത്തിന്റെ ഹീലിംഗ് ജേണി എന്ത് ചെയ്യുക, നമ്മൾ കേൾക്കാം. എങ്ങനെ അദ്ദേഹത്തിന്റെ ലൈഫിൽ അത് അപ്ലൈ ചെയ്തു, കാര്യങ്ങളൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യും. ഇപ്പം 6 സെഗ്മെന്റ് ഉണ്ട്, നിങ്ങൾക്കും ഇതേപോലെ ഭാഗമാകാം. ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സെഗ്മെന്റ് എന്താണ് ഷിഫിൽ? ദ ലൈഫ് ബിഫോർ ദ കോഴ്സ്, അല്ലെ? മൈ ലൈഫ് ബിഫോർ ദ കോഴ്സ്, അതാണ് ഫസ്റ്റ് സെഗ്മെന്റിൽ. ആ മൈ ലൈഫ് ബിഫോർ ദ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത്? അദ്ദേഹത്തിന്റെ ലൈഫ്, കോഴ്സിന് മുൻപ് അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു, എന്തെല്ലാം സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഷെയർ ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പലരും ഇതേപോലെ സിമിലർ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവും. സോ അവർക്കൊക്കെ ഒരു ഹോപ്പ്, ഓക്കെ, എന്നെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. സോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ലൈഫ് മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫും ഇതേപോലെ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാറാൻ പറ്റും എന്നൊരു ഹോപ്പ് അദ്ദേഹത്തിന് കിട്ടും. രണ്ടാമത്തെന്ന് പറയുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം കോഴ്സിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, എന്തെല്ലാം ടെക്നിക്സുകളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അതിൽ ഏതെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു, അല്ലെ? അതല്ലേ സെക്കൻഡ് പോയിന്റ് ആണോ? സെക്കൻഡ് പോയിന്റ് എന്താണ്? എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പഠിച്ചു, എന്തെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ. തേർഡ് പോയിന്റ് എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഷഫീൽ? ഈ ടെക്നിക്കിലൂടെ ഞാൻ എന്തെല്ലാം നേടിയെന്നത്. അതെ, ഈ ടെക്നിക് അപ്ലൈ ചെയ്തതിലൂടെ എന്തെല്ലാം പഠിച്ചു, ഏതെല്ലാം അപ്ലൈ ചെയ്തു. ഇനി അടുത്തത് അപ്ലൈ ചെയ്തതിലൂടെ ഞാൻ എന്തെല്ലാം നേടി. അപ്പൊ ഈ പ്രസന്റേഷൻ വളരെ സ്ട്രക്ചേർഡ് ആണ്. ഓക്കെ, സ്ട്രക്ചേർഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാൽ കിട്ടും. ഷിഫിൽ, നിങ്ങളുടെ സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 100-ലധികം ആൾക്കാർ പങ്കെടുത്തു കഴിഞ്ഞു. സോ ബി റെഡി. ഇത്രയും ആൾക്കാർ ഈ ഒരു സ്റ്റോറി, ഈ കാര്യങ്ങൾ കേൾക്കാൻ റെഡിയാണ്. കാരണം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാനുള്ള വലിയൊരു അവസരമാണ്. അവരിലേക്ക് നല്ല മെസ്സേജ് കൊടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പം അടുത്ത പറഞ്ഞത് എന്താണ്? സ്റ്റോറി എന്തൊക്കെ അച്ചീവ് ചെയ്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത്, നമ്മൾ ആർക്കാണ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയില്ല, അല്ലെ? ആർക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, ആരൊക്കെ നിങ്ങളെ ശരിക്കും ഇതിൽ ഹെൽപ്പ് ചെയ്തു, അത് നിങ്ങൾ വ്യക്തമായിട്ട് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം അഞ്ചാമത്തേത് എന്താണ്? നെക്സ്റ്റ് ഫോക്കസ് ഇൻ ഏരിയ. നിങ്ങളുടെ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ടാർഗറ്റ് ഒക്കെ എഴുതി വെച്ചോ? റെഡിയാണോ? അതൊക്കെ റെഡിയാണോ? അത് ഞാൻ ചോദിക്കുന്നത്. സൗണ്ട് രൂപേഷ് സാറിന്റെ മൈക്ക് ഒന്ന് ജസ്റ്റ് മ്യൂട്ട് ചെയ്യും.
ഓക്കെ, അൺമ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്യൂ. അല്ല അല്ല, രൂപി സാറല്ല, രൂപി സാറല്ല, ഷിഫിൽ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഷിഫിൽ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഈ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഫൈനൽ മെസ്സേജ്, അതാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യം. ഇതെല്ലാം റെഡി ആണല്ലോ അല്ലേ ഷിബിൽ? യാ ഷിഫിൽ ഏകദേശമൊക്കെ. റെഡിയാണ്. അപ്പം ഈ ഒരു ആ, തന്നെ അതെ അതെ. പരമാവധി ഫോളോ ചെയ്യാൻ നന്നായാൽ വളരെ നന്നാവും കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, ഓക്കെ. ഒരു പാറ്റേണിലൂടെ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. നിങ്ങൾക്ക് അത് ടൈറ്റിലായിട്ട് നോക്കിയിട്ട് ഒന്നുമില്ല, സിംപ്ലി ഞാൻ വേണമെങ്കിൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, യാ ഓക്കെ ഓക്കെ. വെൽക്കം എവ്രി വൺ. എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാവരും പേനയും പേപ്പറും ഒക്കെ എടുത്തിട്ട് ഇരിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന്, കാരണം ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരുപാട് നോളജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കിട്ടും. പിന്നെ ഇത് ഷെയർ ചെയ്യുന്നതിലൂടെയുള്ള ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ബ്ലെസ്സിങ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ നമ്മളിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സും സംഗതികളും വരും. ഇവിടെ ഷിഫിൽ ഇതിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഷിഫിൽ ഇവിടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഷിഫിലിനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഷിഫിലിന് അറിയാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഇത് നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫിൽ തന്നെ പറയും ഓക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് വരാൻ ഇത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അതേപോലെ ഷിഫിൽ നമ്പർ അടുത്ത 2 പേർക്കും കൂടെ ഇന്ന് ഷെയർ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ള നോളജ് നിങ്ങളത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, റെഡി ആയിട്ടുള്ളവർ, പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ, ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, മുന്നോട്ട് വരാം. നമ്മുടെ കോഴ്സ് ചെയ്ത ആൾക്കാർക്കാണ് ഈ അവസരം ഉള്ളൂ കേട്ടോ. കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഷിഫിൽ, വി ആർ റിയലി എക്സൈറ്റഡ്. ഷിഫിലിനെ ഞാൻ എന്ത് ചെയ്യാണ്, സ്പോട്ട് ലൈറ്റിലേക്ക് ഇടാൻ പോവാണ്. ഷിഫിൽ, വി ആർ റിയലി എക്സൈറ്റഡ്. എല്ലാവർക്കും ഇനി കാണാൻ പറ്റുന്ന താങ്ക് യു, ഓക്കെ താങ്ക് യു സോ മച്ച് സർ. യാ ഷിഫിൽ, ലെറ്റ്സ് ബിഗിൻ. യാ ഓക്കെ. ഞാൻ ഏകദേശം ഒരു 2018 കൂടിയാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു ഒരു പേര് കേൾക്കുന്നതും ഒരു ഫസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത് ആക്ച്വലി. പിന്നെ അതിൽ നിന്ന് ഞാൻ ദ സീക്രട്ട് എന്ന ഒരു ബുക്ക് വായിക്കുകയും അതിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി എനിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടി എന്താണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ ആ കോഴ്സ് ചെയ്തു. അതുപോലെ പിന്നെ 1-2 വേറെ ഡിവൈൻ മാസ്റ്ററി, വെൽത്ത് മാസ്റ്ററി, അങ്ങനെ കുറെ കോഴ്സുകൾ ചെയ്തു. പക്ഷേ ഇതിന് ഒന്നും ഒരു ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ടൊരു വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ലൈഫിൽ. കുറെ പലതരത്തിലുള്ള ബ്ലോക്കുകളും എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെ എന്താ പറയാ, ലൈഫിൽ ഒരുപാട് ബ്ലോക്കുകൾ നമുക്ക് കറക്റ്റ് അത് ലൈഫിലേക്ക് അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം അങ്ങനെ വന്നൊരു സമയത്താണ് ഞാൻ ഈ EFT മെത്തേഡിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൽ നിന്ന് എന്താ പറയാ, എനിക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ലൈഫിൽ കറക്റ്റ് വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് കറക്റ്റ് എനിക്ക് മനസ്സിലായത്. ലൈഫിൽ എനിക്ക് അവയർനെസ് കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ലൈഫിലേക്ക് ഒരുപാട് അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിന് ഈ കോഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ പറയാ, EFT ചെയ്തതോടൊപ്പം തന്നെ എൻ്റെ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ എന്താ പറയാ, ഞാൻ ഫോർഗീവ്നെസ് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട്, ഒരു ലോ ഓഫ് അട്രാക്ഷന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടും അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ എനിക്ക് ലൈഫിലേക്ക് വന്നു തുടങ്ങി. ഓക്കെ, പിന്നെ നെക്സ്റ്റ്. ഓക്കെ, ഞാൻ അതിനിടയിൽ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. അതെ, yeah, yeah. ഷിഫിൽ, ഈ കോഴ്സ് ചെയ്യുന്നതിന് മുൻപുള്ള ഷിഫിലിന്റെ ലൈഫിലെ റിയാലിറ്റി എന്തായിരുന്നു? എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ചാലഞ്ചസ് എത്രത്തോളം ഉണ്ടായിരുന്നു? അതായത് ലൈഫ് ഫുള്ള് നമുക്ക് പിന്നെ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു നെഗറ്റീവിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, നമുക്ക് അതിൽ നിന്നൊരു റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു അന്ന് പോയിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ എന്താ പറയാ, ഇതിൽ ഇപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് വന്നതിന് ശേഷം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നെഗറ്റീവ് തോട്ട്സ് ഞാൻ തീരെ മൈൻഡിലേക്ക് എടുക്കാറുന്നില്ല. എന്തൊരു നെഗറ്റീവ് തോട്ട്സും ലൈഫിലേക്ക് വരുമ്പോൾ അത് ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡ് കണ്ടെത്തി അത് എന്താ പറയാ, അതൊരു പോസിറ്റീവിലേക്ക് മാറ്റും. അതായത് ഈ നെഗറ്റീവ് സിറ്റുവേഷൻ, ഈ ഒരു ബാഡ് സിറ്റുവേഷൻ ശേഷം ഒരു പോസിറ്റീവ് ഉണ്ടെന്ന് കണ്ട് അത് മനഃപൂർവ്വം ഞാൻ പോസിറ്റീവിലേക്ക് തന്നെ ഞാൻ തിരിച്ചുവിടും. അങ്ങനെ ഞങ്ങൾക്കൊരു എക്സാമ്പിൾ തരാൻ പറ്റുമോ? കാരണം പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ. കാരണം പല ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ടാവും, പക്ഷെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? അതെ അതെ. ഇപ്പം എനിക്കിപ്പോ ലൈഫിൽ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു പ്രോബ്ലം, ഒരു ദേഷ്യമുള്ള ഒരാള്, അതായത് എന്നെ മനഃപൂർവ്വം ഒരു ഉപദ്രവിച്ച ഒരു വ്യക്തി ആണെങ്കിൽ പോലും എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ
ഞാൻ എന്താ പറയാ അവരോടുള്ള ഒരു ദേഷ്യമോ വിദ്വേഷമോ അങ്ങനെയൊന്നും മനസ്സിൽ വെക്കാണ്ട് എന്താ പറയാ അതായത് ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ശേഷം, അതായത് അവർ പറഞ്ഞ നെഗറ്റീവ് സിറ്റുവേഷൻ ശേഷം അതിനൊരു പോസിറ്റീവ് ഉണ്ടെന്ന് ഞാൻ കണ്ടു. അത് ഉം, ഓക്കെ. അതായത് എന്താ പറയാ എത്ര മാത്രം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് ആയാൽ പോലും അതിന് ശേഷം ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ അവിടെ ചിന്തിച്ചു ഞാൻ. ഓക്കെ. ഓക്കെ. യാ. വെരി ഗുഡ്. ഓക്കെ, വെരി അതെ ഗുഡ്. അതെ അതെ. അടുത്തൊരു എന്താണ്, ഏത് ടെക്നിക്കാണ് നമ്മുടെ കോഴ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏറ്റവും നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് നൽകിയ ഒരു, നിങ്ങൾ പഠിച്ചൊരു ടെക്നിക്ക് ഏതാണ്? ഏറ്റവും നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് നൽകിയ ടെക്നിക്ക് ഏതാണ്? ഏറ്റവും എനിക്കൊരു ഹോപ്പ് ഓൺ ടെക്നിക്ക് എനിക്ക് ലൈഫിൽ നന്നായിട്ടൊരു ഹെൽപ്പ് ചെയ്തൊരു ടെക്നിക്കായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതോടുകൂടി എനിക്ക് ഒരുപാട് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തെ സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ പിന്നെ EFT ചെയ്യുന്നത് കൂടി തന്നെ EFT ചെയ്തതോടുകൂടി തന്നെ EFT ഈ അതെ പറഞ്ഞിരിക്കുന്ന ഒരു ടെക്നിക്ക്, ഒപ്പനൊപ്പനോ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മുടെ കോഴ്സിലൂടെയാണ് പരിചയപ്പെടുന്നത് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ അതാണ് അപ്പം നിങ്ങൾക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൂള്. അതേപോലെ തന്നെ വാട്ട് അബൌട്ട് ഫോർഗീവ്നെസ്സും, അതേപോലെ തന്നെ എത്രത്തോളം ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൽ കൊണ്ടുവരുമ്പോൾ അതൊരു മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു റിസീവിങ് മോഡാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൽ കൂട്ടുന്നതോട് കൂടി എന്താ പറയുക, ലൈഫിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി മാനിഫെസ്റ്റേഷൻസ് എനിക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ സാധിച്ചു. ഓക്കെ. അതെ അതെ അത് അതെ അതെ അതെ. എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു അച്ചീവ്മെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് ഏത് ബാച്ച് ആയിരുന്നു നിങ്ങൾ? ഞാൻ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അല്ലേ? അപ്പൊ ഫസ്റ്റ് അതെ ബാച്ച് അതെ. ശേഷം ഇപ്പൊ ഏകദേശം എത്ര മാസമായി? അപ്രോക്സിമേറ്റ് 4 മന്ത് കഴിഞ്ഞു. ഓക്കെ, 4 മന്ത്സ് കഴിഞ്ഞു. ഈ 4 മന്ത്സ് അതെ കഴിഞ്ഞിട്ട് അതെ. പല ആൾക്കാരും എന്ന് വെച്ചാൽ ഷെഫിൽ, നമ്മുടെ ഈ കോഴ്സ് ചെയ്തിട്ട് 4 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴേക്കും പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, ഡിസ്കണക്റ്റഡ് ആയിപ്പോ. ഷെഫിൽ ഡിസ്കണക്റ്റഡ് അതെ ആയി? തീർച്ചയായിട്ടും ഡിസ്കണക്ട് ആവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായി ഇതിൽ നിന്നൊരു ടച്ച് വിട്ടുപോകും. പിന്നെ ഞാനത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ തന്നെ ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ റീജോയിൻ ചെയ്യും. അതുകൊണ്ട് അതെ, അങ്ങനെയാണ് ഇപ്പൊ 2-3 സിറ്റുവേഷൻസ് നമുക്ക് ഇത് ഡിസ്കണക്ട് ആയതിനു ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ തന്നെ എന്റെ മൈൻഡിനെ പോസിറ്റീവ് ആക്കി എടുത്ത് ഈ ഒരു ട്രാക്കിലേക്ക് തന്നെ ഞാൻ തിരിച്ചു കയറും. അതോടുകൂടി എനിക്ക് പിന്നെയും ആ ഒരു പാത്ത് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് നിലനിർത്താൻ സാധിച്ചു. ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു കയറുന്നത്? നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങൾ മോർണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കണോ? വാട്ട് ആർ യു ഡൂയിങ്? അല്ലെങ്കിൽ നിങ്ങളുടെ മെന്ററായിട്ട് കണക്ട് ചെയ്യണോ? നിങ്ങൾ എങ്ങനെയാണത്? അല്ലെങ്കിൽ നമ്മുടെ ഫോളോ അപ്പ് സെഷനുകളിൽ പങ്കെടുക്കുക, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അതായത് മെഡിറ്റേഷൻ ഡെയിലി ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോർണിംഗ് ഡെയിലി നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ പങ്കെടുത്തിട്ട് ചെയ്യും, അങ്ങനെയാണോ? അതെ 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 അതെ. പക്ഷെ പിന്നെ പക്ഷേ നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ സമയം എന്ന് പറയുമ്പോൾ എത്ര മണിയാണ് അവിടെ? നിങ്ങൾ സൗദിയിലാണ്? ഇവിടെ അതെ അതെ, ഞാൻ സൗദിയിലാണ്. ഇവിടെ അപ്രോക്സിമേറ്റ് 3:30 ആണ് ടൈം. അപ്പൊ എല്ലാ ദിവസവും 3:30 എണീറ്റിട്ട് നിങ്ങൾ? അതെ അതെ, ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഏകദേശം ഒരു 21 ഡേയ്സ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. ഒരു ദിവസം പുറം ബ്ലോക്ക് ചെയ്യാണ്ട് 21 ഡേയ്സ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് ചെയ്ത് വെച്ച് 21 ഡേയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ എന്താ പറയാ, എനിക്ക് ആ ഒരു കറക്റ്റ് ഒരു പാത്തിലേക്ക് കയറാൻ സാധിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. സി, അതെ അതെ അതെ. ഞാനൊന്ന് ഇടപെട്ടാണ് ഞാൻ സംസാരിക്കണം മറ്റുള്ളവരോട് എന്ന് വെച്ചാൽ, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്. നിങ്ങളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും വേണ്ട ഒരു കാര്യം ഇതാണ് ഡെഡിക്കേഷൻ. മനസ്സിലാവണം. മനസ്സ് വെച്ചാൽ നടക്കാതെ ഇടൊന്നുമില്ല. രാത്രി 3:30 എണീറ്റിട്ട് ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യണം. ഈ 3:30യുടെ ഒരു പ്രത്യേകത ഉണ്ട്. രാത്രി 3 മണിക്കും രാത്രി 2 മണിക്കും പുലർച്ചെ 5 മണിക്കും അല്ലെങ്കിൽ 6 മണിക്കിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു സമയം എന്ന് പറയുന്നത് ബെസ്റ്റ് ടൈമാണ്. നമ്മളുടെ അവയർനെസ് പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആവുന്ന, യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആവുന്ന വലിയൊരു പവർഫുൾ ടൈമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് മതങ്ങളിൽ പറയുന്നത് വെച്ചാൽ എല്ലാ ഗുരുക്കന്മാരും ഉണർന്നിരിക്കുന്ന ടൈമാണത്. ആത്മീയ ഗുരുക്കന്മാരൊക്കെ കണക്റ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈമും കൂടിയാണ്. ഇറ്റ്സ് എ വെരി പവർഫുൾ ടൈം. എനിവേ, നമ്മുടെ ടൈമിങ്ങിലേക്ക് കണക്ട് ആയിട്ട് ഷിഫിലിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് പറയാം. ഓക്കെ, ഞാൻ സൗദിയിലാണ്, എനിക്ക് ഇവിടെ 3:30 എണീറ്റിട്ട് ചെയ്യാൻ കഴിയില്ല. അതിന് പകരം ഷിഫിൽ അതെന്ത് ചെയ്തു? അങ്ങനെ ചിന്തിക്കാതെ ഷിഫിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് ആ സമയം അതിലേക്ക് വേണ്ടിയിട്ട് ഓപ്പൺ അപ്പ് ആയി വന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. സോ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിന്നത് കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു. 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഷിഫ്റ്റ് എന്താണ്? എന്താ ഫീൽ ചെയ്തത് ഷിഫിൽ? അതായത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്ന തോട്ടാണ് മാനിഫെസ്റ്റേഷനായി വർക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു അതിലൂടെ.
അതെ. എക്സാമ്പിൾ ആയിട്ട് പറയുമോ, എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത്? ജീവിതത്തിൽ അനുഭവം ഉണ്ടായത് എങ്ങനെ? ഒരു എക്സാമ്പിൾ പറയും. ഫസ്റ്റ് അനുഭവം കോഴ്സിന് ശേഷം ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള അനുഭവം എന്താ? അതായത് ലൈഫിലേക്ക് മാനിഫെസ്റ്റേഷൻ ഓരോരോ സ്റ്റേജസ് എനിക്ക് വരാൻ തുടങ്ങി. ഓരോരോ എന്താ പറയാ, ഞാനിപ്പോ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും എന്റെ ലൈഫിലേക്ക് ഞാനത് എന്താ വെച്ചാൽ അത്രയും തീവ്രമായി ഞാനത് ആഗ്രഹിക്കും. ഇപ്പൊ ഞാനിവിടെ എന്താ പറയാ, ഗോൾസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ ഗോൾസും ഞാൻ എടുത്ത് ഞാൻ അത്രയും തീവ്രമായിട്ട് ഞാൻ എന്താ പറയാ, അത് ഡെയിലി എല്ലാ ദിവസവും ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യും. അതിലൂടെ എനിക്ക് എന്താ പറയാ, വിഷ്വലൈസേഷൻ ചെയ്യുന്നതോടുകൂടെ എനിക്ക് നല്ലൊരു എന്താ പറയാ, ഒരു പോസിറ്റീവ് ഇതിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു. കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അതെ, ഫസ്റ്റ് അതെ. അട്രാക്ട് ചെയ്ത, ഫസ്റ്റ് അച്ചീവ് ചെയ്ത വിഷ്വലൈസേഷനിലൂടെ അല്ലെങ്കിൽ ഈ പ്രാക്ടീസിലൂടെ ഫസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്താണ് ഈ കോഴ്സിന് ശേഷം? അതായത് ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞ ശേഷം ഞാന് പിന്നെ എൻ്റെ ഒരു ഡ്രീം കാറായിരുന്നു ഞാൻ പിന്നെ ലിസ്റ്റ് ഇട്ടത്. അത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഏകദേശം ഒരു 15 ഡേയ്സ് കൊണ്ട് ഞാനത് പർച്ചേസ് ചെയ്തു. അത് ഇപ്പൊ വീട്ടിലുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, വീട്ടിൽ കിടക്കുന്ന വണ്ടി. അതെ. ഏതാണ് വണ്ടി? അത് ജീപ്പ് കോമ്പസ് ആണ്. ജീപ്പ് കോമ്പസ് ആണ്. ഐ മീൻ നാട്ടിലാണോ? അതെ, അതെ, നാട്ടിലാണ്. ഓക്കെ. നിങ്ങളത് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. വീട്ടിലിപ്പോഴും കാർ പോർച്ചിൽ കിടക്കാണ്. ഞാനിതൊരു വെക്കേഷൻ എത്തിയിട്ടില്ല നാട്ടില്. അടിപൊളി. അതെ. വിഷ്വലൈസേഷൻ ചെയ്തിട്ട് ഇതിന്റെ പവർ എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിന് മുൻപേ നമ്മുടെ കയ്യിലേക്ക് വന്നു സംഗതികൾ, അതിനുള്ള സാധ്യതകൾ. തീർച്ചയായിട്ടും. എന്താണ് അതുപോലെ ഞാൻ പറഞ്ഞ ലൈഫിൽ പണം എന്തൊരു ആഗ്രഹം. ഓൾറെഡി റെഡി ആയിരുന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനു മുൻപ് നിങ്ങൾ അതൊന്നും അച്ചീവ് ചെയ്തില്ല? വാട്ട് ഇസ് ദ റീസൺ? ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അറിയാൻ. എന്തുകൊണ്ടായിരിക്കും ഇതിനു മുൻപ് അച്ചീവ് ചെയ്യാതിരുന്നത്? പണം ഇല്ലാത്തതുകൊണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തായിരുന്നു? അതായത് അതിനു മുമ്പ് ഞാനൊരു എന്നൊരു മെത്തേഡുമായിട്ട് എനിക്ക് വിഷ്വലൈസേഷൻ ഞാൻ ലൈഫിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ആക്ച്വലി. അതായത് വിഷ്വലൈസേഷൻ ലൈഫിൽ ഫീൽ ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കറക്റ്റ് ഒരു റിസൾട്ടിലേക്ക് എനിക്ക് വരാൻ സാധിച്ചത്. അപ്പൊ ഞാനിപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാനിപ്പം ആ ഒരു കാറ് വാങ്ങി ഞാനത് യൂസ് ചെയ്യുന്നതായിട്ടും അത് ഡ്രൈവ് ചെയ്യുന്നതായിട്ടും അതിൽ അങ്ങനെ ഞാൻ ഫീൽ ചെയ്ത് എല്ലാ ദിവസവും ഞാൻ എന്താ പറയാ, എനിക്കൊരു വിഷൻ ബോർഡ് ഉണ്ട്. എനിക്ക് എൻ്റെ റൂമിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള വിഷൻ ബോർഡ് ഉണ്ട്. ആ വിഷൻ ബോർഡിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ സെലക്ട് ചെയ്ത് നോക്കിയിട്ട് ഓരോന്നിനും ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യും ഡെയിലി. അപ്പം അതിൽ ആ ബോർഡിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഫില്ലായി തന്നെ പറയാം. ഇനിയിപ്പോ ഒരു പുതിയൊരു വിഷൻ ബോർഡ് എനിക്ക് സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ആക്ച്വലി. ഓക്കെ, എന്താണ് വേറെ എന്തൊക്കെ അച്ചീവ് ചെയ്തത് ഒന്ന് പറയൂ. വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ എനിക്കിവിടെ 3 ഷോപ്പ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പം അതിലേക്ക് എനിക്കൊരു വേറെ എക്സ്ട്രാ എന്താ പറയാ, ഒരു ബ്രാഞ്ച് കൂടി ഓപ്പൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രാഞ്ചിന്റെ ഏകദേശം ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓപ്പണിംഗിലായി നിൽക്കുകയാണ് ഒന്ന്. പിന്നെ എൻ്റെ ഒരു വേറെ ഒരു ബിസിനസ് അതുപോലെ തന്നെ എനിക്കൊരു പാർട്ണർ വന്നു. ഞാനിപ്പോൾ ഒരു പാർട്ണർ വന്നു. അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. വേറെ എന്താ പറയാ, എൻ്റെ ഒരു ഹോൾസെയിൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഒരു വാട്ടറിന്റെ. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓരോ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ അതെ. വേറെ എന്താ ഉള്ളത്? പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ മോന്റെ അത്യാവശ്യം നല്ലൊരു സ്കൂളിൽ എനിക്ക് എഡ്യൂക്കേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്പം ചോയ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ എനിക്ക് ചേർക്കാൻ സാധിച്ചു. അപ്പം അതും ഞാൻ വലിയൊരു അച്ചീവ്മെന്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ അതെ. ഇതൊന്നും ഈ കോഴ്സിന് മുൻപ് നിങ്ങൾ അച്ചീവ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രയാസമായിരുന്നു? അതിന്റെ ഒരു അതിനെ കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു ഇതൊന്നും ഇതിനു മുൻപ് ചിന്തിക്കാഞ്ഞത്? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ കാര്യങ്ങളെല്ലാം അറിയാം എന്ന് മാത്രം. പക്ഷെ അതൊരു നമ്മുടെ ലൈഫിലേക്ക് കറക്റ്റ് ഒരു മാനിഫെസ്റ്റേഷൻ നടന്നിരുന്നില്ല. നമ്മള് എന്താ പറയാ, അതൊരു ബ്ലോക്കായിട്ട് ഇങ്ങനെ വരുന്നൊരു സമയത്താണ് യാദൃശ്ചികമായിട്ട് തന്നെയാണ് ഈ ഒരു കോഴ്സിലേക്ക് തന്നെ എത്തിപ്പെടുന്നത്. ഇതിലേക്ക് വന്നതിന് ശേഷം അവയർനെസ് കൂടി, അതുപോലെ തന്നെ വിഷ്വലൈസേഷനെ പറ്റി ഒന്നുകൂടി മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അത് ലൈഫിൽ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് അതീവമായി വിശ്വസിച്ചു. ലൈഫിൽ കൂടെ കൂട്ടി. അപ്പം എന്താ പറയാ, നമ്മളുടെ ഓരോരോ ആഗ്രഹങ്ങളും ആ സ്പോട്ടിൽ നമുക്ക് നിറവേറാൻ സാധിച്ചു. അതെ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ, പലപ്പോഴും വിഷ്വലൈസേഷൻ നടക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നിടത്ത് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയും. മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരുവാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബിക്കമിങ് യുവർ റിയലൈസിങ് യുവർ ഡ്രീം ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ
വന്ന് സംഭവിക്കുന്ന ആ റിയൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യത്തിനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുക. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്ന് മനസ്സിൽ കാണുക, വിഷ്വലി ചെയ്യുക, ദൃശ്യവൽക്കരണം നടത്തുക. നമുക്ക് എന്താണോ സംഭവിക്കേണ്ട കാര്യം അത് പ്രാക്ടീസ് ചെയ്യുക, കണ്ണടച്ചിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ ഷെഫിൽ, നിങ്ങൾ 2 ചോദ്യമുണ്ട് എനിക്കിതുമായി ബന്ധപ്പെട്ട്. ഒന്നെന്ന് പറയുന്നത്, ഷെഫിലിനെ സംബന്ധിച്ചിടത്തോളം ഷെഫിൽ ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? ഇതിന്റെ കൂടെ തന്നെ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തിരുന്നു. കാരണം ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്താലാണ് പലപ്പോഴും ബ്ലോക്ക് നീങ്ങുക എന്ന് പറയാറുണ്ട് നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമയത്ത്. ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തിരുന്നോ ഷെഫിൽ? എനിക്ക് തോന്നുന്നു ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചെയ്തത് ഫൊർഗീവ്നെസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്? അതെ തീർച്ചയായിട്ടും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഏതൊരു സിറ്റുവേഷനെയും ഞാൻ ആ നെഗറ്റീവ് സിറ്റുവേഷൻ അപ്പുറം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് ഉണ്ടെന്ന് ഞാൻ അതിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിച്ചു. അതാണ് ഇതിന് ഞാൻ ചെയ്തൊരു കാര്യം. അതായത് നെഗറ്റീവ് എന്തൊരു സിറ്റുവേഷന്റെ ലൈഫിലേക്ക് എന്തൊരു ഒരു ഒരു ഇൻസിഡന്റ് ആയിക്കോട്ടെ, ആ ഒരു ഇൻസിഡന്റ് നല്ലതിനാണെന്ന് ഞാൻ വിശ്വസിച്ചു. എന്തൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയാലും എന്തൊരു ഒരു വ്യക്തിയായിട്ടുള്ള പ്രോബ്ലം ആയി കഴിഞ്ഞാലും ഇതിനുശേഷം നല്ലൊരു ഇൻസിഡന്റ് ആണ് എന്റെ ലൈഫിലേക്ക് വരാന്നുള്ള കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ തിങ്ക് ചെയ്തു. അത് നമ്മുടെ കോഴ്സിൽ അതുകൊണ്ട് നിന്ന് കാര്യമില്ല, കാരണം നമ്മുടെ കോഴ്സിൽ അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ശരിയല്ലേ? അതെ. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോ നെഗറ്റീവ് തോട്ട്സ് തന്നെ എന്റെ മൈൻഡിലേക്കില്ല. എന്തൊരു നെഗറ്റീവ് തോട്ട്സ് വന്നു ഇപ്പൊ ആ ഒരു വയറിങ്ങിലായി എന്റെ ബ്രെയിൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നെഗറ്റീവ് എന്തൊരു തോട്ട് വന്നു കഴിഞ്ഞാലും അത് എനിക്കൊരു എന്താ പറയാ, എനിക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിലവിലുള്ളത്. ഓക്കെ. അതെ. എത്ര വന്നാലും അത് ആ സ്പോട്ടിൽ ക്ലിയർ ചെയ്ത് അതിന്റെ ഒരു പോസിറ്റീവ് വശം ചിന്തിച്ച് ആ ഒരു ലെവലിൽ ഞാൻ മൂവ് ചെയ്യും. വെരി ഗുഡ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഇത് ഷെഫിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെഫിൽ ആ 21 days മെഡിറ്റേഷൻ പ്രാക്ടീസും പുറമെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള വിഷ്വലൈസേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഷെഫിലിന്റെ ബ്രെയിന് റീവയർഡ് ആയിട്ടുണ്ട്. റീവയർഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രോഗ്രാംഡ് ആയിട്ടുണ്ട്. റീപ്രോഗ്രാംഡ് ആവുക, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ പാറ്റേൺ അനുസരിച്ച് പുതിയ ചിന്തകളും പുതിയ രീതികളും പുതിയ കാര്യങ്ങളും ആയിരിക്കും. അദ്ദേഹം എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചത് അതിലേക്ക് വേണ്ടിയിട്ട് റീപ്രോഗ്രാം ചെയ്യും. അങ്ങനെ ചെയ്തു വെച്ചതോടുകൂടി ആ ഒരു പാറ്റേൺ മാറിയോടുകൂടി അതിനോട് മാച്ച് അല്ലാത്ത ഒരു കാര്യം വന്നാൽ ഇപ്പോൾ സ്വീകരിക്കില്ല. അതായത് നെഗറ്റീവായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബ്രെയിൻ അത് സ്വീകരിക്കില്ല, അദ്ദേഹത്തിന് അത് ഇഷ്ടമില്ല, അത് കേൾക്കേണ്ട താല്പര്യമില്ല. ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, ഇറ്റ് ഡസൻ, അതിൽ വിശ്വസിക്കുന്ന പോലുമില്ല. ഇനി എത്ര മുൻപിൽ കണ്ടാലും അത് അതുകൊണ്ടല്ല, അതിന്റെ അപ്പുറത്തുള്ള പോസിറ്റീവ് സൈഡ് കണ്ടെത്താനും ചിന്തിക്കാനും. പല ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോഴും പഴയ പാറ്റേണിൽ തന്നെ സ്റ്റക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഇതേപോലെ പഴയ പാറ്റേണിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഷെഫിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്ന് വെച്ചാൽ ഡെയിലി പ്രാക്ടീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കടുത്ത പ്രാക്ടീസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ബ്രെയിൻ എന്തായി മാറും, കംപ്ലീറ്റ്ലി റീവയർഡ് ആവും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത്. മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ 2 കാര്യങ്ങളാണ്, ഫൊർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും. ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫൊർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഫൊർഗീവ്നെസ് എന്താണ്, ഒരാളോടുള്ള ദേഷ്യം, നമ്മൾ വേദനിപ്പിച്ച ഒരാളോടുള്ള ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, ഈ സംഗതി നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈവൻ അത് വലിയ രീതിയിൽ വേദനിപ്പിച്ച കാര്യമായിരിക്കാം, ചെറിയ രീതിയിൽ ഡെയിലി സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം, വട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കടുകുമണിയാണ്. കടുകുമണിയോളം വലുപ്പമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്താ പറയുക, ചെറുതാണെങ്കിൽ പോലും അതിങ്ങനെ അവിടെ കിടന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കും. നെഗറ്റിവിറ്റി ഇങ്ങനെ ഒരു തീ കനൽ പോലെ ഇങ്ങനെ, മനസ്സിലാവുന്നുണ്ടാവും, അതിങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സംഗതികൾ അവിടെ ഉണ്ട് എങ്കിൽ അത് സെൽഫ് ഫൊർഗീവ്നെസ്സും അടക്കാം കേട്ടോ. സെൽഫ് ലവ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫ് ഫൊർഗീവ്നെസ്സിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ സെൽഫ് ഫൊർഗീവ്നെസ് നമ്മൾ കൊടുത്ത് മറ്റുള്ളവർക്ക് ഫൊർഗീവ് ചെയ്ത് ആ സാധനം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ഒരു തീപ്പൊരി അവിടെ നിന്ന് പോകുന്നു. അതില്ലെങ്കിൽ ആ തീപ്പൊരി അവിടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഒരു കനലായിട്ട് അവിടെ കിടക്കും, അല്ലെ, വേദനയായിട്ട് അവിടെ കിടക്കും, അതിങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആ തീപ്പൊരി പൊരിയുമ്പോൾ എന്താ സംഭവിക്കാം, ഇതിൽ നിന്ന് വൈബ്രേഷൻ വരും, നെഗറ്റീവ് വൈബ്രേഷൻ വരും. ഈ നെഗറ്റീവ് വൈബ്രേഷൻ എന്താണ്, ബ്ലോക്കാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അത് നടക്കില്ല. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നമുക്ക് എന്താ വെച്ചാൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത്, ഫൊർഗീവ്നെസ് നന്നായിട്ട് കൊടുക്കുക, ഫീൽ ഗുഡ് അവസ്ഥയിൽ ഇരിക്കുക, അതിന് സെൽഫ് ലവും കൊടുക്കുക. അപ്പോൾ നല്ല സെൽഫ് ലവ്, നല്ല ഫൊർഗീവ്നെസ്, നല്ല ഗ്രാറ്റിറ്റ്യൂഡ്, ഈ സംഗതികളൊക്കെ നമ്മുടെ കോഴ്സിൽ ഡെപ്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു, അദ്ദേഹത്തിന് കംപ്ലീറ്റ്ലി റിവൈഡ് ആയി. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എന്ത് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ, ആ ഒരു രീതിയിലേക്ക് ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതാണെന്ന് വെച്ചാൽ ഷെഫിലൂടെ ഷെയർ ചെയ്തിട്ടുള്ള സ്റ്റോറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, അദ്ദേഹത്തിന് ഇത്രയും വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും അച്ചീവ്മെന്റ്സ് ഉണ്ടായി, ഇനി അടുത്ത പോയിന്റ്, ഷെഫിലിന് ഇതിലൂടെ ആരോടാണ് താങ്ക്സ് പറയാനുള്ളത്?
യു ക്യാൻ ഷെയർ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് തീർച്ചയായിട്ടും ഷാഫി ഇൻസ്പയേഴ്സ് എന്ന ഒരു ടീമിന് ആദ്യമായിട്ട് പിന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഷാഫി സാറിനും അതുപോലെ തന്നെ ഇതിലുള്ള മെന്റേഴ്സ് ആയിട്ടുള്ള എൻ്റെ മെന്റേഴ്സ് ജയറാമായിരുന്നു. ജയറാമാമനും ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. ഓക്കെ. അതെ 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 എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ഇത്രമാത്രം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തുറന്നു വന്നത് ആദ്യം. അതെ 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 എന്നിട്ട് നമുക്ക് ലൈഫിൽ വന്നൊരു ചേഞ്ചസ് അത്രമാത്രമാണ്. ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ടീമിന്റെ അടുത്ത് നിന്ന് സപ്പോർട്ട് കിട്ടി എന്നുള്ളതൊന്ന് ജസ്റ്റ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് പറയാം. അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെന്ററിങ് ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് മെന്റേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതെ 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 അതുപോലെ സാറിന്റെ ക്ലാസ് തന്നെ ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. എന്താ പറയാ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സാറിന്റെ ഓരോ വേർഡ്സ് നമുക്ക് ഹീൽ ചെയ്യും. എന്താ പറയാ പെട്ടെന്ന് നമുക്കൊരു മൈൻഡിലേക്ക് എടുക്കാൻ കഴിഞ്ഞൊരു ക്ലാസ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. താങ്ക് യു. അപ്പൊ അതിനെ അതെ 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 ഒരു കാര്യം ചോദിക്കട്ടെ, ലൈക്ക് ഓക്കെ ഷെഫിന് പല ആൾക്കാരും നമ്മുടെ കോഴ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കോഴ്സ് ചെയ്യുന്ന ചില ആൾക്കാരെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മെന്ററോട് ചോദിക്കണോ, എനിക്ക് തോന്നിയൊരു കാര്യം ഷെഫിൽ എന്താണോ വേണ്ടത് ചോദിച്ചു വാങ്ങരുത്. ഓക്കെ, ബിക്കോസ് തീർച്ചയായിട്ടും അതെ അതെ എനിക്ക് പ്രോബ്ലം, എനിക്ക് ഹെൽപ്പ് വേണം. ഞാൻ എന്റെ ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്യായിരുന്നു. എനിക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ച് ആ ഒരു സ്പോട്ടിൽ ഞാൻ ക്ലിയർ ചെയ്ത് വെച്ചിട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ പിന്നെ എനിക്ക് അങ്ങനത്തെ ഡൗട്ട്സ് ഇല്ലായിരുന്നു. കോഴ്സ് ചേർന്ന ശേഷം ഒരു ഡൗട്ട്സ് ഇല്ലാണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ഒരു എൻഡ് വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അതെ 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 ഇതാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഷെഫിലിന് എന്തുകൊണ്ട് ഇത്ര റിസൾട്ട് കിട്ടി എന്നുള്ളതിന്റെ അടുത്ത പോയിന്റ് ഇതാണ്. അതായത് അദ്ദേഹം വളരെ ക്യൂരിയസ് ആണ്. അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് അദ്ദേഹം നേടും എന്നുള്ളതാണ്. ഐ മീൻ അത് പോയിട്ട് ചോദിച്ചു വാങ്ങും. അറിയാത്ത കാര്യം പോയിട്ട് ചോദിച്ചു വാങ്ങും. നമ്മുടെ കോഴ്സിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അനാലിസിസിലേക്കൊന്നും പോകരുത്, നമ്മുടേതായിട്ടുള്ള ചിന്തകളിലേക്ക് പോകരുത്. കാരണം നമ്മുടെ ചിന്ത, നമ്മുടെ ബ്രെയിൻ ഇപ്പം വയർഡായിരിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ വെച്ചിട്ട് ചിന്തിക്കരുത്. ഇവിടെ കോഴ്സിൽ ചേർന്നവരോടും ചേരാത്തവരോടൊക്കെ പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ വെച്ചിട്ട് ചിന്തിക്കരുത്. ഓക്കെ, അത് വിട്ട് കളയുക. കാരണം അതെന്താണ്, ഓൾറെഡി നെഗറ്റീവ്ലി പ്രോഗ്രാംഡ് ആണ്, ചാലഞ്ച്ഡ് ആണ്, ബ്ലോക്ക്ഡ് ആണ്. പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും പാറ്റേൺസും ഫീലിങ്സും നെഗറ്റീവ് ഇമോഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇതിൽ നിന്നാണ് അത് ചിന്തിക്കുന്നത്. സോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ചിന്തിക്കുകയാണ്, ഒരു സ്പേസിൽ നിന്നാണ് അത് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി കാണുന്നത് മുഴുവൻ എന്തായിരിക്കും, പലപ്പോഴും നമ്മുടെ ചിന്തകൾ റോങ് ആയി പോകാൻ സാധ്യതയുണ്ട്, തെറ്റായി പോകാൻ സാധ്യത. അങ്ങനെ തെറ്റായി പോയിട്ടാണ് ജീവിതത്തിൽ പല ഡിസിഷൻസും പാളിപ്പോയത്, പല കാര്യങ്ങളും ലൈഫ് തന്നെ നമ്മുടെ ട്രാക്ക് തെറ്റിപ്പോയത്. അപ്പൊ അത് ശരിയായ ട്രാക്കിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ടീമിന്റെ അടുത്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു മെന്റർ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് സമർപ്പിക്കാം. പിന്നെ നമുക്കുള്ള സംശയങ്ങൾ വളരെ കുഞ്ഞു കുട്ടിയെ പോലെ ചെന്ന് ചോദിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവർ പറയുന്നത് എന്താണോ അത് ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക, അന്ധമായിട്ട് തന്നെ വിശ്വസിക്കുക എന്ന് ഞാൻ പറയാം. കാരണം നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സാധനം, ഈ നമ്മളെ വഴിതെറ്റിച്ചിട്ടുള്ള നമ്മുടെ ലൈഫ് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ വെച്ചിട്ട് അനലൈസ് ചെയ്യരുത്. കാരണം അതിൽ നെഗറ്റിവിറ്റി ഉണ്ട്, അതിന് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതിന് പ്രശ്നങ്ങളുണ്ട്. അത് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ഫിൽറ്ററിംഗ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതാ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന മാത്രം കാര്യം ഉള്ളിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, അത് നിങ്ങൾക്ക് വലിയൊരു ലോസിലേക്ക് പോകും, അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഷെഫിൽ ചെയ്ത നമ്മുടെ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഹി വാസ് ഓൾവേസ് ക്യൂരിയസ്. ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യുമായിരുന്നു. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. അതായത് സംശയങ്ങൾ ഉണ്ടായിരുന്ന സംശയങ്ങൾ ഞാൻ അപ്പൊ ക്ലിയർ ചെയ്തു. അതുകൊണ്ട് എന്തായി, പ്രാക്ടീസ് ചെയ്യാൻ പിന്നെ മനസ്സിൽ പൂർണ്ണ വിശ്വാസം, ആ ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്തു, പൂർണ്ണ വിശ്വാസം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? മനസ്സിൽ പൂർണ്ണ വിശ്വാസം ക്രിയേറ്റ് ചെയ്തെടുത്തു. ആ ക്രിയേറ്റ് ചെയ്തെടുത്തുള്ള വിശ്വാസമാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു ഘടകം. അപ്പോ ഷെഫിൽ, എനിക്ക് അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിൽ വേറെ ആരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു, നമ്മുടെ ടീം മെമ്പേഴ്സ് അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ? ഐ മീൻ നിങ്ങളുടെ വൈഫോ, ആർക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്? അതെ 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 പിന്നെ അതായത് EFT കോഴ്സിലേക്ക് എൻ്റെ ഫാമിലി എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വൈഫ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാദർ ആൻഡ് മദർ എല്ലാവരും ഈ EFTന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾക്ക് ഓരോ ടോക്കിലും നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ ആ ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് പറയാനുള്ളത്, നിങ്ങളെ ഈ ജേർണിയിൽ അവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആദ്യമായിട്ട് എൻ്റെ വൈഫിനോട് ഞാൻ താങ്ക്സ് പറയണം ഈ അവസരത്തിൽ. അതെ 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 എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, എല്ലാ സംസാരത്തിലും ഞങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ സംസാരം ഉണ്ടാവാറ് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ.
അപ്പം അങ്ങനത്തെ ഒരു ഫോം ഞങ്ങൾ പിന്നെ സംസാരത്തിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ആക്ച്വലി. എന്താ പറയാ, വാട്ട് അബൌട്ട് നിങ്ങളുടെ സ്പിരിച്വലി നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഇത് ഗുണം ചെയ്തു? നിങ്ങളുടെ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, നിങ്ങളുടെ ഒരു വിശ്വാസപ്രകാരം, ഐ മീൻ സാർ നിങ്ങൾ Yeah. വിശ്വസിക്കുന്ന. സാർ ഒരു കാര്യം പറയട്ടെ സാർ. യെസ്, പറഞ്ഞോളൂ. ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞ ഒരു വാക്ക് വലിയ സംഭവമാണ്. അതായത് വൈഫിനോട് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന ഒരുപാട് ആളുകളെ തിരഞ്ഞെടുക്കും, ഒരുപാട് സാധനങ്ങളെ തിരഞ്ഞെടുക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒട്ടി നിൽക്കുന്നതും നമ്മളുടെ കാര്യങ്ങളിലെല്ലാം പങ്കാളിയാവുന്നതാണ് വൈഫ് എന്ന് പറയുന്നത്. അപ്പോ ആ വൈഫിനുള്ള ഗ്രാറ്റിറ്റ്യൂഡിന് ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഇദ്ദേഹം പറഞ്ഞു. ഞാനത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അത് പറയുന്നത്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. Alright. So thank you so much everyone. അടുത്തൊരു കാര്യം, അടുത്ത ഫൈനലായിട്ട് വാട്ട് ഈസ് അടുത്ത ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ടാർഗറ്റ്, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഗോൾ? അതായത് ഞാനൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു മിനറൽ വാട്ടറിന്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കാനുള്ള ഒരു ചെറിയ പുതിയ പ്രൊജക്റ്റും ഞാൻ അതുപോലെ തന്നെ ഒരു വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം ആക്ച്വലി. അപ്പം അതിനുള്ള ഏകദേശം ഫണ്ടേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇപ്പൊ നിലവിൽ. അതുപോലെ തന്നെ ഒരു ജസ്റ്റ് നമ്മളെ കേരള ഫുഡ് ഒരു ഹോട്ടൽ ഇവിടെ റെഡി ആക്കാനുള്ള അതിനൊരു എന്താ പറയാ, ഏകദേശം അങ്ങനെ പുതിയ ടാസ്ക് അതെല്ലാം ആണ്. ഇപ്പോൾ ഓൾറെഡി റൂം റെന്റ് ഔട്ട് എടുത്തു. അതെല്ലാം ഈ ഒരു ഇതിലേക്ക് വന്നതിന് ശേഷം സാധിച്ചു തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതെല്ലാം ഞാൻ ഓരോരോ എന്താ പറയാ, എൻ്റെ ഇന്റൻഷൻസ് ഉണ്ട്. ഞാൻ ആ ബുക്കിൽ ഓരോ ദിവസം എഴുതിയിട്ട് ഇത് ഡെയിലി ഞാൻ റീഡ് ചെയ്യും. എൻ്റെ ഇന്റൻഷൻസ് എല്ലാ ദിവസവും ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്ത് ഞാൻ ഏകദേശം ആ ബുക്കിലുള്ള എല്ലാ കാര്യവും ഞാൻ റീഡ് ചെയ്യും. അപ്പം അതിലൂടെ എന്താ പറയാ, ഓരോരോ സിറ്റുവേഷൻസും സാഹചര്യങ്ങളും ഓരോ വ്യക്തികളും ഓരോ അവസരങ്ങളുമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ. അതെ 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 അതെ. അപ്പൊ ഇനി അപ്പൊ നിങ്ങളുടെ ഗോൾ ഓൾറെഡി നിങ്ങൾ എത്ര മാസം കൊണ്ട് അതിനൊരു ഡെഡ് ലൈൻ പറയാം, നിങ്ങളുടെ ഗോൾ എന്ന് അച്ചീവ് ചെയ്യും? നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റുന്ന ഒരു ഇല്ല, വിത്തിൻ 6 മന്തിനുള്ളിൽ ഏകദേശം അതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പുണ്ട്? ഒരു അതെ ഫീലിംഗ്, അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ ഫീലിംഗ് എവിടുന്ന കിട്ടിയേ? ആ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞില്ല. എന്താന്ന് വെച്ചാല് പിന്നെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൽ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ഉറപ്പാണ്. എന്താ വെച്ചാൽ ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നതോട് ആത്മാർത്ഥമായിട്ട് എന്താ പറയുക, എന്റെ ബ്രെയിനിന് ഞാനൊരു ആ ഒരു പാറ്റേൺ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. മീൻസ് എന്താ പറയാ, ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്തതോടുകൂടി എനിക്ക് എന്റെ മാനിഫെസ്റ്റേഷൻ എന്തായാലും എന്റെ ലൈഫിൽ നടക്കുന്നുള്ള ഒരു പാത്തിലേക്ക് എനിക്ക് എത്താൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്റെ ബ്രെയിനിന്. അപ്പം എന്താ പറയാ, ആ ഒരു തോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ലൈഫിലേക്ക് ആ ഒരു സാഹചര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് നിൽക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതൊരു അതെ അതെ ഒരു ഷിഫിലിന്റെ വേർഡ്സ് തന്നെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഷിഫിൽ പറഞ്ഞിരുന്നു, അതൊരു മാനിഫെസ്റ്റേഷന്റെ ഒരു സ്റ്റേജ് ആണ്, അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ന് അതെ പറഞ്ഞിരുന്നു. അതെ 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 തീർച്ചയായിട്ടും 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 തീർച്ചയായിട്ടും. അതായത് നമ്മൾ ആ ഒരു ലെവലില് അത് ഈ ഒരു മാനിഫെസ്റ്റേഷന്റെ ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഭയങ്കര സിമ്പിൾ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് ഓരോ പടിയായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ട് നിൽക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനത് ഫീൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ആഗ്രഹങ്ങളായി കഴിഞ്ഞാലും നമ്മളിപ്പം എന്തൊരാഗ്രഹം, എന്റെ ഇന്റൻഷൻസ് ഞാൻ എഴുതി വെച്ച ഓരോരോ ആഗ്രഹങ്ങളും ഇപ്പം എന്താ പറയാ, ഓരോരോ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം എന്താ പറയാ, ഓരോ വ്യക്തികൾ നമ്മളുടെ കാര്യങ്ങളായാലും അതുപോലെ ബിസിനസ്സിലായാലും അതുപോലെ ഹെൽത്തിലായാലും എല്ലാത്തിലും ഓരോരോ എന്താ പറയാ, അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ലൈഫിൽ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം വളരെ സിമ്പിൾ ആണ് ഇപ്പം. അതെ അതെ സ്പിരിച്വൽ ആസ്പെക്ട് ഇത് പറയുന്നത് പിന്നെ കംപ്ലീറ്റ് ആയില്ല. സ്പിരിച്വലി നിങ്ങൾക്ക്, അതായത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ആയിട്ട് ആത്മീയപരമായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മതപരമായിട്ടുള്ള ദൈവത്തോടുള്ള നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒരു ലൈഫിലുള്ള ഡിസിപ്ലിൻസ്, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ളത്? ആ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസിൽ ഉൾപ്പെടുത്താറുണ്ടോ? ഹൗ ഡു യു ഫീൽ? അതെ, ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി പിന്നെ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, അതായത് ആ ഒരു ഇപ്പം നമസ്കാരമാണെങ്കിൽ അതിനോട് കൂടെ തന്നെ നമ്മൾ എന്താ പറയാ, അഫർമേഷൻസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അഫർമേഷൻസ് ഇപ്പം ഞാൻ ഒരുപാട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമിലും അതുപോലെ തന്നെ ആയിട്ട്. അപ്പം അതിനുശേഷം ഞാൻ അഫർമേഷൻസ് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ട്. അതിലൂടെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഞാൻ എനിക്ക് പിന്നെ എന്റെ ഇന്റൻഷൻസ് നടന്ന രീതിയിൽ, അതായത് അഡ്വാൻസ് ആയിട്ട് ഞാൻ പിന്നെ അഫർമേഷൻസ് ഞാൻ യൂസ് ചെയ്യും. അതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്.
അപ്പം അതെല്ലാം കൂടി ആയിരിക്കും എനിക്ക് പെട്ടെന്ന് ഇത്രയും മാത്രം വലിയൊരു റിസൾട്ടിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. ഓക്കെ, വെരി ഗുഡ്. അതെ അതെ ഇനി അതെ ഒരു കാര്യം, ഒരു 25 ലാക്സിന്റെ ഒരു സ്റ്റോറി ഇന്നലെ പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? അതെ അതെ. അതായത് ഇന്നലെ എനിക്ക് ഇറങ്ങിയ സമയത്ത്, അതായത് പിന്നെ എനിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്കൊരു 25 ലാക്സ് റുപ്പീസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ ഞാനത് റൂമിൽ നിന്ന് ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാനത് പിന്നെ മനസ്സുകൊണ്ട് ഞാൻ ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്തു എന്തായാലും എനിക്ക് ആ ഒരു എമൗണ്ട് എന്റെ കയ്യിൽ കിട്ടുമെന്നും, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കൂടെ എന്റെ കയ്യിലേക്ക് വരുമെന്നും ഞാനത് ആത്മാർത്ഥമായിട്ട് ഞാൻ തിങ്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. വിത്തിൻ 2 hours കൊണ്ട് എനിക്ക് ആ ഒരു എന്താ പറയാ, ഒന്ന് രണ്ടാള് ഫോൺ കോളിലൂടെ തന്നെ എനിക്കത് പിന്നെ നേടാൻ സാധിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ അറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ എനിക്ക് ഓൾറെഡി അറിയാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ലെവൽ എടുത്തതിന് ശേഷം. എന്തെല്ലാമാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്നും, എന്തെല്ലാമാണ് ലൈഫിൽ നമുക്ക് വരുന്നതെന്നും നമുക്കൊന്ന് മാറി നിന്ന് വീക്ഷിക്കുന്ന പോലെ, കുറച്ച് ദൂരെ നിന്ന് എന്നെ കാണുന്ന പോലെ എനിക്ക് എന്റെ ഓരോ സ്റ്റെപ്പ് എനിക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്നും അടുത്തത് എന്താ വരാൻ പോകുന്നെന്നും എല്ലാം എനിക്ക് എന്താ പറയാ, എനിക്കത് കിട്ടുന്നുണ്ട്. ആ ഒരു ആ. ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരു മൈൻഡ് സെറ്റ്. അതെ ഇത് ഞാൻ പറഞ്ഞുതരാം, ഇത് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്ക് സംഭവിച്ച ലെവൽ ഞാൻ പറഞ്ഞുതരാം. അതായത് പുള്ളി പറഞ്ഞില്ലേ ലാസ്റ്റ്, അതായത് ഒരു ഋഷി സാറിന് അത് അറിയായിരിക്കും. അതായത് ഒരു ഡിസ്റ്റൻസിൽ മാറി നിന്ന് കാണാൻ കഴിയാന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവയർനെസ് എന്ന് പറയും. അവയർനെസിന്റെ ഒരു ലെവലാണ്. നമ്മള് നമ്മള് ഋഷി സാറിന് അറിയാം, നമ്മുടെ ഒരു തെറാപ്പി ഉണ്ട്. ഋഷി തെറാപ്പി അതാ ചിന്തകൾക്കിടയിലുള്ള അതിന്റെ പേര് കിട്ടുന്നില്ല. ഓക്കെ, മെറ്റാ തിങ്കിങ് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. മെറ്റാ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ആണ്. അപ്പൊ അതിൽ സംഗതികൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇദ്ദേഹം 21 ഡേയ്സ് പ്രാക്ടീസ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇയാളുടെ ചിന്തകൾ കറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. നമ്മളെല്ലാവരും ചിന്തകൾക്ക് പുറകിലായിരുന്നു. ഓക്കെ, ചിന്തകൾക്ക് പുറകിലായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടേക്ക് എത്തുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ അദ്ദേഹം എന്താ വെച്ചാൽ മാറി നിന്നിട്ട് ഏത് ചിന്തയാണെന്നുള്ളത് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ എന്താ എനിക്ക് വേണ്ടേ, എന്നിട്ട് വേണ്ട സാധനം എടുക്കുകയാണ്. ആ എടുക്കുന്ന സാധനത്തിൽ എന്തും കൂടി ഉണ്ട്, അതെനിക്ക് സംഭവിക്കും എന്നുള്ള ക്ലാരിറ്റിയും കോൺഫിഡൻസും ഉണ്ട്. തീർച്ചയായിട്ടും. ഇതാണ് എന്താ വെച്ചാൽ ആ 21 ഡേയ്സ് മെഡിറ്റേഷൻ കൊണ്ട് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സ്ഥിരമായ പ്രാക്ടീസ് കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതെ അതെ കൺട്രോളിലായി. അതെ, അതെ അതെ. ഇപ്പൊ കൺട്രോൾ. ലൈഫിൽ എന്തൊരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാലും അത് ഞാൻ പോസിറ്റീവായിട്ട് നേരിട്ട് അത് എന്റേതായ ഒരു ലെവലിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട്. ആ ഒരു എന്റേതായ ഒരു പോസിറ്റീവ് സൈഡിൽ. സ്പിരിച്വലി ഇത് എല്ലാം ഞാൻ കാണുന്നത് ഒരു പ്രാർത്ഥനാരൂപം ആയിട്ടാണ്. നമ്മള് ഈ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രാർത്ഥനാരൂപമാണ്. അപ്പൊ അത് ഗോഡ് വില്ലിങ് ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ അതിലേക്ക് എത്തുന്നു. നമ്മൾ പ്രാർത്ഥന പൂർവ്വം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് അലൈൻ ചെയ്തു വരുന്നു എന്നുള്ളതാണ് എൻ്റെ. തീർച്ചയായിട്ടും ആ ഒരു ഹംബിൾനെസ് ആണ്. അപ്പൊ വാട്ട് ഈസ് യുവർ മെസ്സേജ് ഷിഫിൽ? എന്താണ് ഇത്? ഓൾറെഡി നമ്മുടെ കോഴ്സ് ചെയ്തിട്ടും ചില ആൾക്കാരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ചില ആൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്, ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ചില ആൾക്കാർ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇനി ഓൾറെഡി കോഴ്സ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടാവും. ഇവരോടൊക്കെ പറയാനുള്ള വാട്ട് ഈസ് യുവർ മെസ്സേജ് ഓവറോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് പറയാനുള്ളത്, ഷെയർ ചെയ്യുന്നത്? അതായത് ലൈഫിൽ എന്തൊരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ടും വന്നോട്ടെ, അതൊന്നും അല്ല തോട്ട്സ്. അതിനപ്പുറത്ത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് നമുക്കുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. മീൻസ് പിന്നെ നെഗറ്റീവ് ആയിരുന്ന് അതിന് ഡിപ്രഷൻ അടിച്ച് അതിൽ ഒരുപാട് ചിന്തിച്ച് പിന്നെയും ഡൗൺ ആവാണ്ട് ഈ നെഗറ്റീവ് വരുന്ന സമയത്ത് തന്നെ അത് പോസിറ്റീവിലേക്ക് നമ്മൾ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് റൂട്ട് തിരിച്ചു വിടാനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു ചേഞ്ച് നമുക്ക് ഓരോരുത്തർക്കും അൺബിലീവബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് EFTയിലേക്ക് പങ്കെടുക്കുക. അത് തന്നെ, EFTയിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. ഇപ്പം എന്താ പറയാ, പിന്നെ ഓരോരോ വ്യക്തികളുടെയും പ്രോബ്ലംസ് എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ അതിന്റെ ഒരു കറക്റ്റ് റൂട്ട് ലെവൽ കണ്ടെത്തിയിട്ട് നമുക്കത് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ EFTയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു മാറ്റം ചേഞ്ച് ഉണ്ടാവും. ഇതിപ്പോ എല്ലാവരും പങ്കെടുത്ത അവരാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഒരു EFTയും കൂടി ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു കറക്റ്റ് കാര്യങ്ങളെല്ലാം ലൈഫിലേക്ക് വർക്ക്ഔട്ട് ആവാൻ തുടങ്ങിയത് ആക്ച്വലി. പങ്കെടുത്ത ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അവരോട് എന്താ പറയാനുള്ളത്? പങ്കെടുത്ത ആളുകളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ നിങ്ങൾ ലൈഫിൽ എന്താ പറയാ ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപാട് വർദ്ധിപ്പിക്കുക. അതായത് എല്ലാത്തിനും ഓരോ ദിവസം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അത് ലൈഫിൽ എല്ലാ ദിവസവും പിന്നെ എന്താ പറയാ, നമ്മൾ ഒരു ദിവസം ഞാൻ മിനിമം ഒരു 10 ആളോടെങ്കിലും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തീരുമാനിക്കും. അപ്പം ആ 10 ആളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് അതിനുള്ളൊരു റിസീവിങ് നമുക്ക് കിട്ടുന്നുണ്ട്. മീൻസ്
ഇപ്പൊ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ മാനിഫെസ്റ്റേഷൻ രീതിയിൽ എനിക്ക് പിന്നെ അതിന്റെ റിസൾട്ട് എനിക്ക് അങ്ങനെയാണ് വരുന്നത് ഈ ഒരു പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ. ഓക്കെ. പല ആൾക്കാരും പറയാറുണ്ട് എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇത് എന്തിനാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചു, ഒക്കെ പഠിച്ചിട്ട് പിന്നെ നമ്മുടെ പഴയ സാധനം ഉണ്ടല്ലോ, പഴയ മൈൻഡ് സെറ്റ് ഉണ്ട് ചില ആൾക്കാർക്ക് ഇപ്പോഴും. എന്താ വെച്ചാല് ഞാനിതിപ്പോ എന്തിനൊക്കെ പ്രാക്ടീസ്, അല്ലെങ്കിൽ ഇപ്പൊ ഇതെങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രാക്ടീസ് അതായത് ചെയ്യാൻ നമ്മള് എല്ലാവരും ഇങ്ങനെയുള്ള എനിക്ക് ഒരു തോന്നുന്നത് സിറ്റുവേഷൻ ഷിഫിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിവിൽ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന ആൾക്കാരോട് എന്താ പറയുക? അതായത് നമ്മൾ ശരിക്കും ഒരു തേർഡ് ഡയമെൻഷണൽ സ്റ്റേറ്റിൽ നിന്ന് ഫിഫ്ത്ത് ഡയമെൻഷൻ സ്റ്റേറ്റിലേക്ക് മാറാണ് ഇത് ശരിക്കും സംഭവിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു പ്രയാസമാണ് എല്ലാവർക്കും ഉള്ളത്. അതിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വളരെ സിമ്പിൾ ആണ് ഈ കാര്യങ്ങൾ. അപ്പം യാ ഫിഫ്ത്ത് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമ്മൾ ഗോള് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് അതെ 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 വേണ്ടിയിട്ട് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അത് അതെ അതെ ഇവരാത്ത ആൾക്കാർക്ക് അറിയോന്ന് അറിയില്ല. ഷിഫിലിന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഫിഫ്ത്ത് ഡയമെൻഷൻ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും എന്താണ്. അതായത് നമ്മൾ തേർഡ് ഡയമെൻഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഇൻകം കണ്ടിട്ടുള്ള ഒരു വീടേ നമ്മൾ വെക്കുള്ളൂ. അപ്പോൾ ഒരു 25,000 നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ ആ ഒരു ഇൻകത്തിലുള്ള ഒരു വീടേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഫിഫ്ത്ത് ഡയമെൻഷൻ സ്റ്റേറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടൂളൊക്കെ നമ്മൾ ലൈഫിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ഓരോ ദിവസവും ഓരോ ആഗ്രഹങ്ങൾ റൈറ്റ് ചെയ്യുന്നു, നമ്മളത് എന്താ പറയുക വിഷ്വലൈസേഷൻ ചെയ്യുന്നു. അതിലൂടെ നമുക്ക് അതിനേക്കാളും ഉപരി എന്താ വെച്ചാൽ നമ്മുടെ ഡ്രീം ആയിട്ടുള്ള നമ്മുടെ ഡ്രീം ലെവലിലുള്ള അച്ചീവ്മെന്റിലേക്ക് നമുക്ക് പിന്നെ ഈ ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് കയറുന്നതോടുകൂടി നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അതാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. അതെ 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 അതായത് ഫിഫ്ത്ത് ഡയമെൻഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് എഫേർട്ട്ലെസ് എഫേർട്ട് എന്ന് പറയും. എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, എന്നാ എഫേർട്ട് ഉണ്ട്. ഓക്കെ, ഗോൾലെസ് ഗോൾ എന്ന് പറയും. ഗോള് വേണ്ട, എന്നാൽ ഗോൾ അച്ചീവ് ചെയ്യും. ലോജിക്കിന് അപ്പുറത്തുള്ളൊരു ആ ഒരു വേറെ ലെവൽ സാധനമാണ് അത്. ലെവൽ സാധനം. അത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ എനർജി ഹൈ ആയി കഴിഞ്ഞ് നമ്മൾ എത്തുന്ന ഒരു സ്റ്റേജാണ്. എത്തിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്നതും കാണുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് എത്തും എന്നൊരു ഭയങ്കര ക്ലാരിറ്റി, തീർച്ചയായിട്ടും. അതെ അതെ കോൺഫിഡൻസ് ആ ലെവലിൽ ഫീൽ ചെയ്യുമ്പോഴല്ലോ അതിൽ ഒരു അണ്ണും മണി തൂക്കം ഡൗട്ട് ഉണ്ടാവില്ല. അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതല്ല, അത് നമുക്ക് നാച്ചുറലി വരുന്നൊരു സാധനമാണ്. നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും, ഇങ്ങനെ ലിറ്ററലി നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, എനിക്കൊരു വീട് വേണം, അത് ഇങ്ങനെ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും. അത് എനിക്ക് അവിടെ അവൈലബിൾ ആണ് ഫീൽ ചെയ്യും. നമ്മൾ എത്തുന്നതാണ്. സോ ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താനുള്ള വഴികൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ എത്തും. അത് നിങ്ങളായിട്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. ഈ കാര്യങ്ങൾ നമ്മൾ EFT-യിലൂടെ പഠിപ്പിക്കുന്ന നമ്മളുടെ ട്രോമാസ് ഹീൽ ചെയ്യുക. ദെൻ നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സംഗതി സെറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു ഷിഫിലിന്റെ സ്റ്റോറി? ഹൗ വാസ് ദ സ്റ്റോറി? എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഷിഫിലിനോട് ചോദിക്കാം. ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിന് പുറമെ ഷിഫിലിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ആക്ച്വലി ഉറങ്ങിയിട്ടില്ല, അപ്പൊ അതിൻ്റെതായ ക്ഷീണമുണ്ട്. ആക്ച്വലി ഒരു ടൈം എന്താ പറയാ, ഞാൻ ഒരു സാർ പറഞ്ഞോണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നു ആക്ച്വലി. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് ഷിഫിൽ. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. എനിക്ക് ഫോർഗിവ്നെസ് എഴുതാൻ അറിയില്ല, അത് എങ്ങനെ എഴുതണ്ടെന്ന് രൂപം അറിയോ? ഓക്കെ, ഫോർഗിവ്നെസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള രൂപം ചോദിച്ചിട്ടുണ്ട്. എഴുതേണ്ടതാണോ ചോദിക്കുന്നത്? നിങ്ങൾ എഴുതുകയാണോ ചെയ്യാറുള്ളത് ഷഫീൽ, അതോ നിങ്ങൾ? ഫോർഗിവ്നെസ് ഞാൻ പിന്നെ ചെയ്യായിരുന്നു ചെയ്തത്. അതായത് പിന്നെ ഒപ്പോണോമോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പിന്നെ ആദ്യം നമ്മൾ എന്താ പറയാ കൈ വെച്ചിട്ട് ഐ ലവ് യു, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു. ഇത് നമ്മൾ എന്താ പറയാ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ ആണെങ്കിൽ ആ ഒരു വ്യക്തിനെ നമ്മൾ മൈൻഡിലേക്ക് എടുത്തിട്ട് ആ ഒരു സ്പോട്ടിൽ നമ്മൾ എന്താ പറയാ, അതായത് നമുക്ക് ആദ്യം നമുക്ക് തന്നെ നമ്മൾ എന്താ പറയാ സോറി കൊടുക്കുകയാണ് ഫസ്റ്റ്. ഐ ആം സോറി, ഐ ലവ് യു. അപ്പൊ അതിലൂടെ നമുക്ക് നമ്മളുടെ പിന്നെ എന്താ പറയാ നമുക്ക് ആരോടാണോ വിദ്വേഷമുള്ളത് അവരുടെ വെറുപ്പ് നമുക്ക് അങ്ങോട്ട് മാറി കിട്ടാണ്. അതിൽ എന്നിൽ നിന്ന് ചേഞ്ച് ചെയ്താലാണല്ലോ ആക്ച്വലി പിന്നെ എന്റെ അല്ല അങ്ങനെയല്ല, എന്റെ ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്താലാണ് പിന്നെ എന്റെ ലൈഫ് സ്റ്റൈലാണ് ചേഞ്ച് ചെയ്താൽ ടോട്ടലി കൺവേർട്ട് ആവുന്ന വിശ്വസിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അതായത് ഷിഫിൽ വിശ്വസിക്കുന്ന ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഷിഫിൽ വിശ്വസിക്കുന്ന ഇത്രേ ഉള്ളൂ, എന്റെ മനസ്സിൽ എനിക്ക് എന്നോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ എന്നിൽ നിന്ന് നെഗറ്റിവിറ്റി ഞാൻ എടുത്തു കളഞ്ഞു, എന്റെ ലൈഫ് ചേഞ്ച് ആവും. സിമ്പിളാണ്. അത് മറ്റുള്ളവരോടുള്ള വെറുപ്പാവട്ടെ, സംഗതികളാട്ടെ, കാര്യങ്ങളാട്ടെ, വട്ടവർ ഇട്ട് ആ നെഗറ്റിവിറ്റി ഞാൻ എടുത്തു കളഞ്ഞു. സിമ്പിൾ ലോജിക്കാണ്. എന്റെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി ഇല്ലാതിരിക്കുക, അപ്പൊ എന്റെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചേഞ്ച് ആവും.
അതെ, ഞാൻ എന്നോടാണ് സോറി. ഇപ്പൊ ഞാൻ വേറെ ആളെ പറ്റി എന്തെങ്കിലും തെറ്റോ കുറ്റോ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോടാണ് ആദ്യം സോറി പറയേണ്ടത്. എന്നോട് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സോറി, അതുപോലെ തന്നെ എന്നോട് തന്നെ ഐ ലവ് യു, അതുപോലെ തന്നെ എന്നോട് തന്നെ ഫോർഗിവ് മീ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സ് തന്നെ അതിന് പ്യൂറായിട്ട് ആ ഒരു സിറ്റുവേഷൻസ് നമ്മുടെ എന്താ പറയാ മൈൻഡിൽ തന്നെ ക്ലിയർ ആയി പോകുന്ന ഒരു ഫീൽ എനിക്ക് ഇതിലേക്ക് എത്താൻ സാധിച്ചു. മനസ്സിലായോ? വേറൊരാളോട് ഫൊർഗീവ്നെസ് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും. വേറെ അതെ, നമ്മളോട് തന്നെ ഫോർഗീവ്നെസ് ചെയ്താൽ മതി. ഇപ്പൊ വേറെ ആളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളോട് തന്നെ നമ്മൾ ഫോർഗീവ്നെസ്സും അതുപോലെ തന്നെ ലവും പിന്നെ എന്താ പറയാ താങ്ക്സും കൊടുക്കുന്നതുകൂടി വേറെ ആളുടെ കൊടുക്കുന്ന അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എന്താ പറയാ ഒരു മൈൻഡ് എനിക്ക് റിഫ്രഷ് ചെയ്യാൻ സാധിച്ചു. അതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മളിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമല്ലോ, നമ്മൾ ഡെയിലി യെസ്. എഴുതുന്ന ഗ്രാറ്റിറ്റ്യൂഡില് ചില സമയത്ത് എനിക്കൊരു ഡൗട്ട്സ് കൺഫ്യൂഷൻ വരാറുണ്ട്. അതായത് ഇന്നിപ്പം നമ്മളിപ്പോ എല്ലാ ദിവസവും ഇന്നത്തെ ഒരു പ്രഭാതത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. പിന്നീട് അങ്ങോട്ട് ആ പ്രഭാതത്തിന് ശേഷമുള്ള കാര്യങ്ങൾ എഴുതണോ, അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് എന്താ പറയാ എന്തെങ്കിലും കിട്ടിയനോ എന്ന് ചിലപ്പോ സമയത്ത് ചിന്തിക്കുമ്പോൾ കിട്ടില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ എഴുതും, എന്നാലും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ വരാത്ത പോലെ ചില സമയം ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ഫീലൊക്കെ അതായത് കൂടി അതായത് ഫീലോട് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യമാണോ പറയുന്നത്? അല്ല, നമ്മള് ഡെയിലി നമ്മൾ എഴുതുന്നതിൽ നമുക്ക് കിട്ടിയത് ഉള്ളതിലാണോ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടിയതിൽ ആണോ എഴുതേണ്ടത്? അതായത് നമുക്ക് ഇന്നത്തെ പ്രഭാതത്തിൽ നന്ദി, എനിക്കിന്ന് നമുക്ക് ഇന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ കഴിഞ്ഞു, അങ്ങനെ ഞാൻ ഉള്ള രണ്ട് കാര്യം. തരത്തിൽ എഴുതുണ്ടായിരുന്നു. ഇപ്പം ഇന്നലത്തെ ദിവസം എടുക്കുകയാണെങ്കിൽ പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാനിപ്പോ മോർണിംഗ് മുതൽ ഏകദേശം ഈവനിങ് വരെ ആരൊക്കെ എൻ്റെ ഇപ്പൊ എന്താ പറയാ എൻ്റെ ലൈഫിലേക്ക് ഒരു വന്നിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ഏകദേശം ഞാൻ താങ്ക്സ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു മറ്റുള്ളവർക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡും നമുക്ക് എഴുതാം, എഴുതുന്നതിൽ അതെ എഴുതാം അതെ അല്ലേ? അതെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ആണോ വെൽത്തോ ഹാപ്പിനെസ് അതില് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ പിന്നെ എന്താ പറയാ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി. അപ്പം അത് അതിലൂടെയാണ് കിട്ടിയെന്നുള്ള എനിക്ക് ഒരു വിശ്വാസം അതെ ആ കിട്ടിയെന്നൊരു വിശ്വാസം ഞാൻ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം എന്നിലേക്ക് എന്താ പറയുക അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് എൻ്റെ അടുത്തൊരു ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അക്കൗണ്ട് എന്താ പറയാ ഫ്ലോ ചെയ്യാണ്. അതുപോലെയൊക്കെ കുറെ തോട്ട് ഞാൻ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. മീൻസ് എന്താ ഫ്ലോ പറയാ ചെയ്യാണ്, താങ്ക് യു എന്നുള്ള രീതിയിൽ. അതെ. അതായത് ഇപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 10 lakh rupees അപ്പൊ ക്യാഷ് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും എന്റെ അക്കൗണ്ട് ഒരു 10 lakh rupees ഉണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കും. അപ്പൊ അതിനുള്ളൊരു സിറ്റുവേഷനും അതിനുള്ള കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. അതായത് എന്റെ ബ്രെയിന് അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ ശരിക്കുള്ള യഥാർത്ഥമായിട്ടുള്ള കാര്യമാണോ പറയുന്നത് പിന്നെ അതോ ഇത് ഒരു വിർച്വൽ ആയിട്ടുള്ള കാര്യമാണോ പറയുന്നത് ശരിക്കും മൈൻഡിന് അറിയില്ല. മൈൻഡ് അതുപോലെ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിച്ച് എനിക്ക് അതിന്റെ റിസൾട്ട് എന്റെ ലൈഫിലേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആക്ച്വലി പറയുകയാണെങ്കിൽ. അതിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് അതെ. അപ്പം അതിൽ ഞാൻ അതായത് ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ 10 lakh rupees ഉണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്ത് അത് ഞാൻ എന്താ പറയാ ഞാനത് പിന്നെ വിഷ്വലൈസേഷൻ ചെയ്തു. അങ്ങനെ എനിക്ക് 2-3 തവണ എനിക്ക് മാനിഫെസ്റ്റേഷൻ എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ. അതെ. ഷെഫിലാണോ ഇതിനു മുന്നേ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞത്? കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ ഒരു എന്താ പറയാ ഒരു മാജിക്കൽ ലൈറ്റ് ഷെഫിന്റെ കൂടെ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആള് ഷെഫിനായിരുന്നു? അത് ഞാനല്ലായിരുന്നു, അത് വേറെ ആയിരുന്നു സാർ. അതെ. Any other questions? Any questions ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഷെഫിൽ. Be ready to answer all the questions. Okay. ഓപ്പൺ അല്ലേ അത്? എത്ര പ്രാവശ്യം പറഞ്ഞു അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, നമുക്കിപ്പോ ഏകദേശം ആ ഒരു കറക്റ്റ് നമുക്കൊരു ഫീൽ ചെയ്യണല്ലോ. അതാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം ഞാൻ കണ്ടത്. ഫീലിംഗ് ആണ്. നമ്മൾ എത്രമാത്രം ഫീലിംഗ് നമ്മൾ കൊടുക്കുന്നോ അത്രമാത്രം റിസൾട്ട് ആണ് എനിക്ക് വന്നത്. നമ്മൾ എന്താ പറയാ ഇപ്പൊ ഒരു വ്യക്തിനെ ആണെങ്കിൽ ആ വ്യക്തിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പം ഇപ്പൊ ചില സമയത്ത് നമുക്കൊരു 4-5 പ്രാവശ്യം യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ നമുക്കതൊരു ഫോർഗിവ്നെസ് മെത്തേഡിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. അപ്പം എനിക്ക് ഓരോരോ ഇൻസിഡന്റും ഓരോരോ വ്യക്തികളും അനുസരിച്ചാണ് ആ ഒരു ഇത് വരുന്നത്. എനിക്ക് ഇതുപോലെ തന്നെ വേറൊരു അല്ല അങ്ങനെയല്ല. എന്താ വെച്ചാൽ ഞാനിപ്പം ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ഇപ്പം എന്താ വെച്ചാൽ മാനിഫെസ്റ്റേഷൻ ലെവല് ഓരോരുത്തർക്കും പല തരത്തിലായിരിക്കും എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇപ്പൊ ഒരേ രീതിയിലാവണമെന്നില്ല, പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഇതിലിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് എന്താ പറയാ അത് ഫോളോ ചെയ്യാതെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരുന്ന തന്നെയാണ്. നമ്മളത് കറക്റ്റ് ആയിട്ട് ഇത് വിഷ്വലൈസേഷൻ ചെയ്യുക, അതിന്റെ ഓരോരോ എന്താ പറയാ
ഓരോരോ ചെറിയ ചെറിയ പോയിന്റ്സ് എടുത്ത് നമ്മളത് വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അത് ലൈഫിലേക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. All right. Thank you, sir. Any other question? സാർ ഇതില് സുൽഫിയ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി നമ്മളെ ടോർച്ചർ ചെയ്യുമ്പോൾ എങ്ങനെ ഫോർഗീവ് ചെയ്യും സർ എന്ന്. EFT വരിക, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ആ ഒരു വ്യക്തിനെ നമ്മള് മൈൻഡിലേക്ക് എടുക്കും. ഓക്കെ, ആ. അപ്പം ഫസ്റ്റ് തന്നെ ഐ ആം സോറി, എന്നോട് തന്നെ ഞാൻ സോറി പറയും. ഐ ആം സോറി എന്താ വെച്ചാൽ ആ ഒരു വ്യക്തിനെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ടല്ലോ, അതിന് ഞാൻ എന്നോട് തന്നെ ഞാൻ സോറി പറയും. ഐ എം സോറി. പക്ഷെ അവർ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ്. കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും വന്ന ആൾ ഈ വരും. ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത കുറവാ. അതെ. അപ്പം അതുപോലെ എന്താ പറയാ, എനിക്ക് തന്നെയാണ് ഞാൻ അവിടെ പിന്നെ പറയാറ്. മീൻസ് എന്നോട് തന്നെയാണ് ഞാൻ അവിടെ ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കാറ്. അപ്പൊ എന്നോട് തന്നെ ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് റിസൾട്ട് അല്ല എനിക്ക് തന്നെ വരുന്നുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ സെൽഫ് കൊടുക്കും. അപ്പൊ എന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ എന്തിനാണ് വേറൊരാളിലേക്ക് ഞാനൊരു വിദ്വേഷം, ഒരു വെറുപ്പ് കാണുന്നതെന്ന് ഞാൻ അവിടെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ സോറി പറയുന്നവരോട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് എന്റെ ലൈഫിലേക്ക് വന്നല്ലോ എന്നതിനാണ് ഞാൻ സോറി പറയുന്നത് ആക്ച്വലി. പിന്നെ പ്ലീസ് ഫോർഗീവ് എന്ന് പറയൂ. ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചിന്ത വന്നതിന് ഞാൻ എന്നോട് തന്നെ ഞാൻ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ പിന്നെ ആൻഡ് താങ്ക് യു, ഇങ്ങനത്തെ ഒരു നല്ലൊരു പോസിറ്റീവ് തോട്ട് എന്റെ മൈൻഡിലേക്ക് വന്നതിന് ഞാൻ എന്നോട് തന്നെ പിന്നെ അങ്ങനെയാണ് ഞാൻ എന്റെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാറ്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് മെത്തേഡ് ആയിരിക്കാം. ഞാനിങ്ങനെയാണ് ഫോളോ ചെയ്തത്, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പം എന്തൊരു പ്രോബ്ലംസ് വന്നാൽ ഞാൻ അതാണ് ലൈഫിൽ യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. Yes, ചോദിച്ചോളൂ. ഇമ്പോർട്ടന്റ് ആവണ്ടേ? എന്താണ് ട്രസ്റ്റ് ആണോ? കേട്ടില്ല. ട്രസ്റ്റ്. ഓക്കെ, ട്രസ്റ്റ്. യെസ്. എന്താ ക്വസ്റ്റ്യൻ പൂർണ്ണമായില്ല, ഒന്നുകൂടി പറയാമോ? ട്രസ്റ്റ് ഇതിലെ ഇമ്പോർട്ടന്റ് അല്ലേന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും. ഫസ്റ്റ് നമ്മളിത് പിന്നെ എന്താ പറയാ, എന്തായാലും എന്റെ ലൈഫിലേക്ക് ഇത് വരുന്നുള്ള ഒരു പരിപൂർണമായ ഒരു വിശ്വാസമാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. ഇത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇതിപ്പോ കറങ്ങി തിരിഞ്ഞ് വീണാൽ പോലും ഇതൊരു പോസിറ്റീവിലെ ഞാൻ പോയി നിൽക്കുകയുള്ളൂ എന്ന് നമ്മളത് ആത്മാർത്ഥമായിട്ട് ഫസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്യുക. അതിന് പോസിറ്റീവ് അപ്പുറത്തേക്ക് ഒരു നെഗറ്റീവ് ഇല്ലാന്ന് ഞാൻ എന്റെ മൈൻഡിനെ ഞാൻ അങ്ങോട്ട് കൺട്രോൾ ചെയ്യിപ്പിച്ചു ഞാൻ ആക്ച്വലി. അപ്പം എന്താ പറയാ, അതെ, എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കഴിഞ്ഞാലും അതിനൊരു പോസിറ്റീവ് സൈഡ് കണ്ടെത്തി ആ ഒരു പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എന്റെ മൈൻഡിനെ ഞാൻ മാറ്റിയെടുത്തു. അപ്പം അതിലൂടെയാണ് എനിക്കൊരു ചേഞ്ചിലേക്ക് എത്താൻ സാധിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാർ, നെഗറ്റീവ് ആളുകള് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് 2-3 ടിപ്സുകൾ നമ്മൾ വായിച്ചതിൽ കാണാവുന്നത്. ഒന്ന്, തിന്മയെ നന്മ കൊണ്ട് തടുക്കുക എന്നാണ്. തിന്മയെ കൊണ്ട് തടുക്കുക. പിന്നെ ഒന്ന്, അതുപോലെ തന്നെ അവർക്ക് ഗ്രീറ്റിംഗ്സ് കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സാർ 2 മിനിറ്റ് ഞാൻ ചെറിയൊരു എൻ്റെ അനുഭവം പറയട്ടെ. തീർച്ചയായിട്ടും. റഷീദ് സാറിന് എനിക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു ഫോർഗീവ്നെസ് കൊടുക്കേണ്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സാറിനറിയാലോ, ഞാൻ പല കോഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഈ പല ടൂൾസും ഉപയോഗിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇത് എൻ്റെ മനസ്സിൽ നിന്നും പോകണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ തന്നെയാണ് എല്ലാ ടൂൾസും ഉപയോഗിച്ചു. സാറിൻ്റെ ക്ലാസ്സിൽ വന്നപ്പോഴൊക്കെ അതും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറെ കഴിഞ്ഞിട്ടും അത് പോയിട്ടുണ്ടോ നമുക്ക് തന്നെ സംശയം പിന്നെയും. പക്ഷെ കാരണം അദ്ദേഹത്തിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ സുൽഫിയ പറഞ്ഞതുപോലെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്നിട്ടും അങ്ങനെ ഞാൻ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 1-2 തവണ വിളിച്ചപ്പോഴൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ഒരു, കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ നമ്മള് പെട്ടെന്ന് വരുമ്പം എങ്ങനെയാണ് എന്നുള്ള ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ അവസാനം നമുക്ക് അവിടെ എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ വീടിന്റെ ലൊക്കേഷനൊക്കെ തന്ന് ഞങ്ങൾ പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ലൊക്കേഷൻ കിട്ടാത്ത സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി. അപ്പോൾ അവൻ ഫോണിൽ വിളിച്ച് ഇതിലെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ വീട്ടിലെത്തി.
വീട്ടിലെത്തി അപ്പോഴും നമ്മൾക്ക് ഞാൻ വൈഫിനെ പറയണ്ടായിരുന്നു ഇനിയും ചിലപ്പം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നെഗറ്റീവ്സ് ഒക്കെ വരാം. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അതിനൊക്കെ നമ്മൾ പിന്നെ അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്ത് നമ്മളുടെ ഉദ്ദേശം ഇത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ പോയി നോക്കുമ്പോൾ അദ്ദേഹം ഫോണിലൊക്കെ സംസാരിച്ചെങ്കിലും അദ്ദേഹം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വൈഫും ഒരു കുട്ടികളൊക്കെ ഞങ്ങളെ സ്വീകരിച്ച്. അപ്പോൾ തന്നെ പിന്നെ നമുക്ക് ഭയങ്കര ഇതായി, കാരണം ഇയാളെന്താ വീട്ടിലില്ലാത്തതെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ഒരു ഒന്നും പറഞ്ഞില്ല അതിനെപ്പറ്റി. നമ്മൾ അദ്ദേഹം എവിടെയൊന്നും ചോദിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം കുറെ അരിയും കോഴിയും ഫ്രൂട്ട്സും അതും എല്ലാം കൂടെ ഒന്നായിട്ട് വരുന്നത് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഇതെല്ലാം വാങ്ങാൻ വേണ്ടി പോയതാ പുള്ളി. അങ്ങനെ പോയിട്ട് ഉച്ചക്ക് നല്ല ഒരു സദ്യയും കാര്യങ്ങളൊക്കെ തന്ന് ഭയങ്കര ഹാപ്പിയായി. മാത്രമല്ല ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ദീപാവലി ആയതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി കൊടുത്തു. ഇദ്ദേഹത്തിന് ഞങ്ങൾ ഒരു ബുക്ക് കൊടുക്കുക ചെയ്തത്. അത് നല്ല മനസ്സ് നല്ല ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്സ് കിങ്ങിന്റെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് കൊടുത്തു. അങ്ങനെ വളരെ ഹാപ്പിയായി ഞങ്ങളെല്ലാവരും നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നന്നായിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. നമ്മൾ എന്ത് വന്നാലും നമ്മളെ നന്മ കൊണ്ട് തന്നെ മീറ്റ് ചെയ്യുവാണെങ്കിൽ അത് ശരിയാവും എന്നുള്ളതാണ്. ഇപ്പോൾ പുള്ളി ആ ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നു. വളരെ ഇപ്പം അങ്ങനെ ഒരു ആ വിഷയം ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദ ടൂൾസ് നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലും അത് ശരിയാവും സ്നേഹം കൊണ്ട് കീഴടക്കുകയാണ്. അതായത് അവരോട് നമുക്ക് വെറുപ്പില്ല, ദേഷ്യമില്ല എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്ന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എടുത്താൽ ശരിയാവും. ഇങ്ങനെ തീരെ ശരിയാവാത്ത കേസുകൾ ഉണ്ടെങ്കിൽ നല്ല മെസ്സേജാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആക്ച്വലി വളരെയധികം എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക കാര്യമാണ് സാറിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം പലപ്പോഴും നമ്മളിൽ പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, കോഴ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഒന്നും നടന്നില്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ കേസിൽ ഇവിടെ ഇപ്പോൾ ഷിഫിലിനെ പറഞ്ഞു, ഷിഫിൽ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന രീതി ഷിഫിലിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പോൾ ലൈക്ക് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇറ്റ്സ് ഫോർ ദ പീപ്പിൾ ഹു ആർ സ്ട്രഗിളിങ്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു സാധനം തരികയാണ്. അപ്പൊ ഇത് ആ തരുന്ന സാധനങ്ങൾ നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരിക്കും, നിങ്ങളുടെ കേസ് കുറച്ചുകൂടെ ഡിഫറെന്റ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യുക, കസ്റ്റമൈസേഷൻ നടത്താൻ പറ്റുന്നത് ഉണ്ട് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ ബെറ്റർ റിസൾട്ട് കിട്ടും. ഷിഫിൽ പറഞ്ഞതുപോലെ ആ ഒരു മെത്തേഡിൽ എന്താ വെച്ചാൽ ശരിക്കും പവർഫുൾ ആണ് അത് ആക്ച്വലി. കാരണം നമുക്ക് ഷിഫിൽ ചിന്തിച്ച രീതി എന്താണ്, ഓട്ടോമാറ്റിക്കലി ഷിഫിലിന്റെ ഉള്ളിൽ നിന്ന് എനർജി, കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി കളയുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശമായിട്ട് ഷിഫിൽ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഷിഫില് നേരെ എന്ത് ചെയ്യുന്നു, ഫോർഗീവ്നെസ് കൊടുക്കുന്നു. അവന് ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ ഫോർഗീവ്നെസ് ക്ലിയർ ആവുന്നു. ആക്ച്വലി അങ്ങനെ സംഗതി ഉണ്ട്, ഇറ്റ് ഹാപ്പൻസ്. ചില കേസിൽ ചിലപ്പോൾ അങ്ങനെ നടക്കുന്നില്ല എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി അദ്ദേഹത്തിന് ഫോർഗീവ്നെസ് കൊടുക്കുന്നത് വേണമെങ്കിൽ അഡീഷണലി വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ടും സംഗതികൾ തീരുന്നില്ല ചില കേസിൽ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ റഷീദ് പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ വാട്ട് യു ക്യാൻ ഡു, കാരണം ഇതൊക്കെ ഒരു ടെക്നിക്കിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എന്തുകൊണ്ട് നേരിട്ട് പോയിട്ട് അങ്ങനെ ചെയ്തുകൂടാ, നേരിട്ട് പോയിട്ട് അയാൾ അങ്ങനെ സ്നേഹിച്ചുകൂടാ, എന്തുകൂടെ അങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ബിയോണ്ട് എന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ മനസ്സിലാ നന്മ ഉണ്ടാവുക, വിശ്വാസം ഉണ്ടാകുക, ഇതിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക. എനിക്ക് ഇതിന്റെ ഔട്ട്കം എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഇത് ഫിക്സ് ചെയ്യും, ഞാൻ അയാളെ സ്നേഹിച്ച് ഒരു വിധമാക്കും. അയാൾ എന്നോട് എങ്ങനെ പെരുമാറിക്കോട്ടെ, എനിക്കിത് ഇത്ര സമയം എടുത്തോട്ടെ, അയാൾ എന്നെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും വേണ്ടില്ല, ഐ വിൽ ഗോ ആൻഡ് ഞാൻ അതിനൊക്കെ മുകളിലാണ്, പവർഫുൾ ആണ്. നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും നമ്മളെന്തും ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് തിരിച്ചു വരുള്ളൂ. ഇവിടെ റഷീദ്ക്കയും വൈഫും ചെയ്തൊരു കാര്യം അതാണ്. അവരെന്താ വെച്ചാൽ ബിയോണ്ട് അതിനപ്പുറത്തേക്ക് എന്താ വെച്ചാൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ലേണിംഗ് എക്സ്പീരിയൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? വാസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഷിഫിലിന്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കേട്ടപ്പോൾ, ഷിഫിൽ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് കേട്ടപ്പോൾ ലേണിംഗ്സ് കിട്ടിയോ? എന്താണ് നിങ്ങൾക്ക് ലേണിംഗ്സ് കിട്ടിയത്? ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ്സ് ഒരു 3-4 ഒന്ന് ഷെയർ ചെയ്യാം. കമന്റിൽ ഷെയർ ചെയ്യാം. ഓഡിയോയിലോ വീഡിയോയിലോ വരാൻ പറ്റാത്തവർ കമന്റിൽ ഷെയർ ചെയ്യാം. വീഡിയോയിൽ വരാൻ പറ്റുന്നവർ വീഡിയോയിൽ വന്നിട്ട് പറയാം. ഹു ഈസ് റെഡി?
കോഴ്സ് ഞാൻ സാർ പറഞ്ഞോട്ടെ? EFT എന്ന കോഴ്സ് എങ്ങനെ ചെയ്യും? രൂപേഷ് സാർ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ കോഴ്സ് ചെയ്ത ആളാണ്, സാറെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതില് നമ്മള് എന്താ പറയാ, ഷെഫീല് പറഞ്ഞ മാതിരി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഞാൻ വളരെ ചുരുക്കി പറയാം, ഒരു നല്ല മെസ്സേജ് സ്ട്രോങ് ആയിട്ടുള്ള കിട്ടിയെന്ന് വെച്ചാല് പ്രാക്ടീസ് 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 ആൻഡ് ബി പേഷ്യന്റ്. ഡൗൺ ആവും, സ്റ്റിൽ യു പ്രാക്ടീസ്, സ്റ്റിൽ പ്രാക്ടീസ്. അത് നെവർ ഗീവ് ദ ഹോപ്പ്, നെവർ ഗീവ് ദ ഹോപ്പ്. ഷെഫീല് കുറച്ച് നേരത്തെ തുടങ്ങി, ഞാൻ അതിന് ശേഷം വന്നു. അപ്പൊ ഞാൻ എന്റെ ഗോൾ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആണ്. ഒരു കുറെ പ്രോബ്ലംസ് എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ വരുമ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മളെ ഇതിന് ബാക്കോട്ട് വലിക്കുന്ന വളരെ ഇൻസിഡൻസും വരും. എന്നെ സംബന്ധിച്ചോളം ഫിനാൻസ്, റിലേഷൻ, ഹെൽത്ത്, വെൽത്ത്, ജോബ്, ബിസിനസ് ഒക്കെ അങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ വാട്ട് ഐ റിയലൈസ്ഡ് ഈസ്, എന്റെ ടൈം ആയിട്ടില്ല, ഒരുപാട് ചെറിയ സക്സസ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം ഞാൻ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് കീപ് ട്രൈങ് ആൻഡ് ബി പോസിറ്റീവ്. അതിൽ പ്രാക്ടീസസിന് ഇടയ്ക്കിടയ്ക്ക് ഒഴിവാകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ നല്ലോണം ചെയ്യുന്ന ആളാണെന്ന്. പക്ഷെ എന്നെക്കാളും നല്ലോണം ചെയ്യുന്ന ആളാണ് ഷെഫീല്. സോ ഹി വാസ് മോർ സക്സസ്ഫുൾ. അപ്പൊ ആ ഒരു മെസ്സേജ് വളരെ യൂസ്ഫുൾ ആയി എനിക്ക്. അപ്പം ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ് ആൻഡ് ഐ വിൽ ബി സക്സസ്ഫുൾ. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ സെഷൻ ശരിക്കും ഉപകാരപ്പെട്ടു അല്ലേ? പൊളിച്ചു. സാർ EFT എന്ന കോഴ്സ് എങ്ങനെ ചെയ്യാ? EFT എന്ന കോഴ്സ് എങ്ങനെ ചെയ്യല്? EFT എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുന്നത് ഇപ്പൊ ഈ ബാച്ച് വരുന്നുണ്ട്, 18-ാം തീയതി അടുത്ത ബാച്ച് ഉണ്ട്. അതായത് EFT എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ നടത്തുന്ന ഒരു 30 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അപ്പൊ അതിൽ 10 ദിവസം നിങ്ങൾക്ക് ലൈവായിട്ടുള്ള സെഷൻസ് ഉണ്ടാവും. അപ്പൊ EFT എന്ന് പറയുന്ന കോഴ്സ് ലൈഫ് മാസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം അതിന്റെ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തെ ക്ലാസ് ഉണ്ടാകും. അതിൽ ട്രോമ ഹീലിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്യാൻ വേണ്ടി EFT എന്ന് പറയുന്ന ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ വികാരങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന ടെക്നിക്കാണ്. അത് വെച്ചിട്ട് നമ്മളെ ഹീൽ ചെയ്ത് നമ്മളുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മളുടെ തൊഴിൽ മേഖല, നമ്മളുടെ സ്പിരിച്വാലിറ്റി, നമ്മളുടെ ബിസിനസ്സിലെ വിജയം, ഇങ്ങനെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ എന്തെങ്കിലും നമ്മളിൽ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ളത് കൊണ്ട് ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് റിമൂവ് ആകുമ്പോൾ നമുക്കിതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കും. ഇതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു 10 ദിവസത്തെ കോച്ചിങ് ഉണ്ടാവും. പ്ലസ് നിങ്ങൾക്കൊരു ഹീലറെ തരും, നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നിങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെന്റേഴ്സും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. കുറേ വർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വിളിക്കേണ്ട നമ്പർ ഉണ്ട്. നമ്പർ ഇവിടെ നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്പർ നമ്മുടെ പോസ്റ്റ് ചെയ്യാവോ? എന്ന് വെച്ചാൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം. നിങ്ങളുടെ നമ്പർ ഒന്ന് ചോദിച്ചു. എങ്ങനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഗ്രൂപ്പിൽ പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഗ്രൂപ്പിലും ഉണ്ട്. നിങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യും. ആർക്കും ഇതേപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്താൽ മതി, നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യും. ഓക്കെ കേട്ടോ? അപ്പോ ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പറഞ്ഞതുപോലെ പേരെന്തായിരുന്നു നിങ്ങളുടെ? ഫസീല. എവിടെ സ്ഥലം? തിരൂരാണ്. ഓക്കെ. അപ്പൊ കോഴ്സിന് ഫീ വരുന്നുണ്ട് 8,800 rupees ആണ് കോഴ്സിന് ഫീ വരുന്നത്. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ഈ പങ്കെടുത്ത ഒരുവിധം ആൾക്കാരൊക്കെ അറ്റൻഡ് ചെയ്തുള്ള ആൾക്കാരാണ്. ഓക്കെ, രൂപേഷ് സാറ് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രോഗ്രാം നമ്മുടെ ഒരു പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നതാണ്, അത് വിജയിച്ചു. നല്ലതാണ്, യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞ സന്തോഷം. രൂപേഷ് സാർ, ഒരു ദിവസം നിങ്ങൾ പറയണം, നിങ്ങളുടെ കൂടുതൽ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ലേണിംഗ്സ് ഷെയർ ചെയ്യണം. അതിന് സമയം ആവുന്നുണ്ട്, അപ്പോഴായിരിക്കും അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്. കാരണം ഞാൻ ഷെയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് പ്രിപ്പയർ ചെയ്തു. പക്ഷെ ഷെഫീലിന്റെ കേട്ട് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഷോക്ക്ഡ് ആയിരിക്കാം, ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ് ആക്ച്വലി. അപ്പൊ കുറച്ചുകൂടെ കഴിയട്ടെ, വെരി സ്റ്റൈൽ. ഓക്കെ, വെരി ഗുഡ്. ഷെഫീൽ എന്തോ പറയുന്നുണ്ട്, എന്താ ഷെഫീൽ പറയുന്നത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. അതെ, അതായത് നമ്മളുടെ ഇന്റൻഷൻസ് എല്ലാം നേടിയതായിട്ട് നമ്മൾ അങ്ങോട്ട് ജീവിക്കുക. അതായത് അതാണ് ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളത്. നമ്മളെല്ലാം നമ്മുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്തതുപോലെ നമ്മളായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴേ പിന്നെ ഓട്ടോമാറ്റിക്കായി നമ്മളെ ലൈഫിലേക്ക് വരും. ഇപ്പൊ നമ്മളൊരു ആമസോണിലൊക്കെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നവരാണ്, നമ്മൾ ഓൾറെഡി ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്തിട്ട് പിന്നെ അത് വരുമോ ഇല്ല എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങോട്ട് വന്നോളും. അതായത് നമ്മളിപ്പോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ അഡ്രസ്സിലേക്ക് സാധനം വരുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പം അതെ. എന്താണല്ലേ, ഒരു ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി ഓർഡർ ചെയ്യുക, ഒരു CB ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി വരുമല്ലോ, എന്നിട്ട് അവിടെ കാത്തിരിക്കും. പിന്നെ അതിന് ടെൻഷൻ അടിക്കണ്ട, പിന്നെ എത്തി നോക്കുക, വരുമോ വരില്ലേ എന്ന് എത്തി നോക്കൂലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് പുള്ളി പറയുന്നത്. ഓർഡർ കൊടുക്കുക.
നല്ല എക്സാമ്പിൾ സിമ്പിൾ മെത്തേഡാണ്. യൂണിവേഴ്സിലേക്ക് നിങ്ങൾ ഓർഡർ കൊടുക്കുക, യൂണിവേഴ്സ് നിങ്ങൾക്ക് കാത്ത് കൊടുക്കും ഉണ്ട്. എന്ന് വിശ്വസിച്ച് തീർച്ചയായിട്ടും. അതെ അതെ. എന്നിട്ട് നമ്മളതിന് അഡ്വാൻസ് ആയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡും നമ്മൾ സ്ഥിരമായിട്ട് പറയാം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അഡ്വാൻസ് ആയിട്ട് തീർച്ചയായിട്ടും 100% ലൈഫിലേക്ക് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് താങ്ക് പറഞ്ഞത്. യു. ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് അതാണ്. പ്രീപെയ്ഡ് ആണ് സാധനം, പോസ്റ്റ് പെയ്ഡ് അല്ല. അതെ. അതായത് അഡ്വാൻസ് അപ്പൊ തന്നെ കൊടുക്കണം, അഡ്വാൻസ് ആയിട്ട് താങ്ക്സ് അപ്പൊ തന്നെ പറയണം, വന്നിട്ടല്ല താങ്ക്സ് പറയേണ്ടത്. പേയ്മെന്റ് ഫുള്ള് അതെ ചെയ്ത് അതെ പേയ്മെന്റ് ആദ്യം അടക്കുക, അപ്പൊ ഉറപ്പായിട്ട് വരും അല്ലെ, പൈസ അടച്ചല്ലോ, അപ്പൊ സാധനം എന്തായാലും വരും. ഇപ്പൊ സോറി, കോഴ്സിന് ഞാനൊരു പലരും ചോദിക്കും. പൈസ അടച്ചു കഴിഞ്ഞാൽ സോറി. എന്തായാലും വരും. അപ്പൊ ഗ്രാറ്റുവിറ്റി അതെ അതെ. അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായി, പിന്നെ പുള്ളിക്കാരന് തരല് നിർബന്ധമായി. മനസ്സിലാവുന്നുണ്ടോ? യൂണിവേഴ്സിൽ സാർ ഒരു സാധനം നമുക്ക് തരല് നിർബന്ധമായി തരും, തന്നിരിക്കും. ഈ പഹയൻ ഒക്കെ ഓൾറെഡി അടച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കുക? കുറെ മനസ്സിലാവും. പേര് ഇതിൽ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നത്. എന്റെ പരിചയത്തിൽ 2-3 പേര് ട്രൈ ആ ട്രൈ ട്രൈ എന്നുണ്ട്. പേയ്മെന്റ് ഞാൻ പറഞ്ഞു എന്ത് പേയ്മെന്റ് കൊടുക്ക, കാത്തിക്ക, ട്രൈ ഇല്ല, അത്രേ ഉള്ളൂ. ഡു ആൻഡ് സത്യം. വെയിറ്റ്. വെരി ഗുഡ്. ചോദിച്ചോളൂ, ആരെന്താ ചോദിക്കണം? അബിത മാം എന്താ ചോദിക്കണം? ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എങ്ങനെ എഴുതിയിരുന്നത് എന്നുള്ളതും ചോദിക്കാനായിരുന്നു ഷെഫീൽ സാർ. ഷെഫീൽ എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി ജേണൽ എഴുതിയിരുന്നതെന്ന് ചോദിച്ചാൽ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ? ആ അതെ. അതായത് നമുക്ക് ആ ഒരു ഇപ്പം നമ്മുടെ ഇന്റൻഷൻസ് ഉണ്ടല്ലോ, അത് സാധിച്ച രീതിയിൽ നമ്മൾ എഴുതും ഓരോ ദിവസവും. അതായത് മീൻസ് ഞാനിപ്പോൾ ആഗ്രഹിച്ച ഈ ഒരു വാഹനം സ്വന്തമാക്കിയാണ്, അഡ്വാൻസ് ആയിട്ട് ഞാൻ യൂണിവേഴ്സിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ ആഗ്രഹിച്ച ഈ ഒരു എമൗണ്ട് എൻ്റെ ലൈഫിലേക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞതിന് ഞാൻ യൂണിവേഴ്സിന് നന്ദി പറയുന്നു. താങ്ക് അങ്ങനെ യു. ഓരോന്ന് അതെ അതെ താങ്ക് യു പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയാ, എന്നിട്ട് അത് നമ്മൾ എത്ര വിഷ്വലൈസേഷൻ പ്രാവശ്യം എടുക്കും. എഴുതണം? ഞാൻ ഡെയിലി ഒരു 5 ടൈംസ് ആയിരുന്നു എഴുതിയത്. ചില സമയത്ത് നമ്മൾ അതിന് ഒരു ബ്രേക്കപ്പ് ആയി പോകും, പക്ഷെ എന്നാലും ഞാൻ മാക്സിമം തിരിച്ചു വരാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ശരി പറഞ്ഞാൽ. 5 താങ്ക് യു ടൈംസ് ഷെഫീൽ സാർ. എഴുതിയപ്പോഴേക്കും ഇത്രയും റിസൾട്ട്. അപ്പൊ നിങ്ങൾ ഒരു 20 അതെ അതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതെ അതെ. അല്ല, അതിൽ സത്യം. നിലനിൽക്കുക നമ്മള് എന്നുള്ളതാണ്. ഈ ഇപ്പൊ ഒരു ട്രാക്കിലേക്ക് മിസ്സാവരുത്. കയറുക എന്നുള്ളതാണ്. ട്രാക്കിലേക്ക്, അതെ, അതായത് ഈ ലോ ഓഫ് കേറിയിട്ട് അട്രാക്ഷന്റെയും ഇങ്ങനെ അതുപോലെ ഈ ഒരു മാനിഫെസ്റ്റേഷന്റെയും ഇതിന്റെയും പിന്നെന്താ പറയാ, ഒരു ട്രാക്കിലേക്ക് കയറുക എന്നുള്ളതാണ് ഒരു പ്രയാസകരമായ ഒരു കാര്യം. അതിലേക്ക് കയറി അതെ. കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഒരു എന്റേതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നത്, ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക. അപ്പൊ ഞാനിപ്പോ ഇനി അങ്ങോട്ട് അത് സാർ അതിൽ അതിന്റെ തന്നെ സ്റ്റിക്ക് ഒരു ഓൺ ചെയ്യണം. എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ. യെസ്, പറഞ്ഞോളൂ അർഷദ്, പറഞ്ഞോളൂ. ഞാൻ ഞാന് ഒരു ഡ്രീം കാർ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഡെയിലി വിഷ്വലൈസ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണമെന്നുണ്ടായിരുന്നു. ആ അച്ചീവ്മെന്റ് ഇന്നലെ നടന്നു. ആഹാ. അതായത് ഒരു സ്റ്റെപ്പ്. അതിലേക്ക് ഡെയിലി ഇപ്പോ ആ പക്ഷെ വാഹനന്റെ കൺമുന്നിൽ കൂടെ കടന്നു പോയേണ്ടിരിക്കുന്നുണ്ട്. ഞാനിക്ക് അച്ചീവ് ചെയ്യാൻ ഒരു കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പൊ ഉണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്താ വെച്ചാൽ അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുത്തരുന്നില്ല, അതിനൊരു സിറ്റുവേഷൻസോ ഉള്ളൊരു എന്താ പറയാ, ഓരോ വ്യക്തികളോ എന്തെങ്കിലും വരും, അപ്പൊ നമ്മൾ അതിലേക്ക് ക്യാച്ച് ചെയ്ത് പിടിച്ചോണം. അങ്ങനെയാണ്. മീൻസ് കറക്റ്റ് അതെ ആയിട്ട് ഇപ്പൊ അതെ നമ്മുടെ അതെ. മുമ്പിൽ കറക്റ്റ് ആയിട്ട് അപ്പൊ ഏകദേശം അതിന്റെ ഒരു എന്താ പറയാ, അതുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻസോ സാഹചര്യം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ യൂട്ടിലൈസ് അത് ചെയ്യാൻ നമ്മൾ പോകുന്നത്. റെഫർ ചെയ്ത്, അതായത് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക വേണ്ടത് സെലക്ട് അതെ, ചെയ്യുക. അങ്ങനെയാണ് വരുന്നത്. അതായത് ഓപ്പർച്യൂണിറ്റി കറക്റ്റ് നോക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒറ്റപ്പെടുത്തണം. ഓപ്പർച്യൂണിറ്റി ഒരുപാട് വരും, ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരും. ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എന്താ പറയാ സെലക്ട് ചെയ്തെടുക്കുക. അതാണ് ഞാൻ കണ്ടൊരു ഇത്. അതെ. ഗ്രാറ്റിറ്റ്യൂഡ് 5 ടൈംസ് എഴുതുന്നത്, ഒരു കാര്യം 5 ടൈംസ് എഴുതുന്നതാണോ ആ, അഡ്വാൻസ് ആയിട്ട് ആഹ് എഴുതുന്നത്? അത് ഇവര് ഫസ്റ്റ് ടൈം കോഴ്സ് ഒക്കെ ചെയ്ത ഞാൻ അങ്ങനെ ആളാണോ? എഴുതുമായിരുന്നു. അതെ അതെ, ഫസ്റ്റ് ടൈം ഒക്കെ ഞാൻ പിന്നെ ഒന്ന് തന്നെ ഒരു പിന്നെ ഗ്രാറ്റുവിറ്റി 5 ടൈംസ് എഴുതായിരുന്നു. പിന്നീട് എന്താ പറയാ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ തുടങ്ങി. ഇപ്പൊ അങ്ങനെയാണ് എഴുതാറ് പിന്നെ ആക്ച്വലി. ഷെഫീലിന്റെ മൈൻഡ് തന്നെ അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അതന്നെ വയറിങ്ങിൽ എന്റെ ഒരു മൈൻഡ് സെറ്റ് തന്നെ ആ ഒരു വയറിങ്ങിലാണ് പോണത്. റീവയർഡ്. അതുകൊണ്ട് അതെ അതെ റീവയർഡ് ആണ് ആക്ച്വലി. ആ ഒരു നോർമൽ വയർഡിൽ നിന്ന് മാറിയിട്ട് വേറൊരു വയറിങ്ങിലാണ് ഇപ്പൊ നിലവിലുള്ളത്. വയറിങ്ങിനെ കിടക്കുന്നു. അതിലേക്ക് അതെ അതെ ആ ഒരു മെത്തേഡിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു കുറച്ച് ശ്രമകരം. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്മൂത്ത് ആണെന്നാണ് എനിക്ക് അപ്പൊ കീപ് പറയാനുള്ളത് ഇൻ ആക്ച്വലി. ടച്ച് വിത്ത് ഷെഫീൽ. ആ അതിനൊരു അതെ അതെ പെയ്ഡ് അതെ 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 അതെ. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏകദേശം ഒരു 8ഓളം സ്റ്റാഫിന് ഞാൻ ജോബ് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു 3-4 സ്ഥാപനങ്ങൾ ഓൾറെഡി ഉണ്ട്. അതിലൊരു ചെറിയൊരു പ്രായത്തിൽ തന്നെ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു മെത്തേഡിലൂടെ ഫോളോ ചെയ്തുകൊണ്ടാണ് എനിക്ക് വളരെ എത്തിപ്പെടാൻ കഴിഞ്ഞത് ലെവലായിട്ടുണ്ട്. ആക്ച്വലി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇനി ഇപ്പൊ ഇവിടെ പറഞ്ഞതിലെല്ലാം ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് വളരെയധികം റെലവെന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു മൊമെന്റ്, ഒരു സംഗതി കിട്ടും. നമ്മളെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയയുടെ രൂപത്തിലോ
ഒരു വ്യക്തിയുടെ രൂപത്തിലോ ഒരു ആശയങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയുടെ രൂപത്തിലോ ഒക്കെ നിങ്ങളുടെ മുൻപിലേക്ക് വരും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു റിസീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ നമ്മൾ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനുഗ്രഹങ്ങളായിട്ട് വരുന്നതാണ്. ഒരു തോന്നലായിരിക്കാം, ഒരു ആശയമായിരിക്കാം, ഒരു ഐഡിയ ആയിരിക്കാം, എന്തെങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് വരും. ഈ വരുന്ന സമയത്ത് ചാടി കയറി പിടിക്കണം. അതാണ് റിസീവിങ്. നമുക്ക് യൂണിവേഴ്സ് നമ്മൾ ഓർഡർ ചെയ്തു, ഓക്കെ, ഓർഡർ ചെയ്തപ്പോൾ ഈ സാധനം വന്നു. ഒരു ഐഡിയയുടെ രൂപത്തിൽ ആദ്യം വന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ആശയത്തിന്റെ രൂപത്തിലാണ് വന്നത്. കാരണം ഒറ്റയടിക്ക് നമ്മളൊക്കെ കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റൂല. ഒരു ഐഡിയ രൂപത്തിൽ തന്നു. അപ്പൊ ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ടാവും സാധനം റിസീവ് ചെയ്യാൻ. അപ്പൊ ഐഡിയ രൂപത്തിൽ ഈ സാധനം വന്നപ്പോൾ ഇത് വന്ന സമയത്ത് നമ്മൾ സ്വീകരിച്ചില്ല. അപ്പൊ എന്തായി? അത് റിട്ടേൺ അടിക്കും. ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്ത് വന്നില്ല, അത് നേരെ സെല്ലർക്ക് റിട്ടേൺ അടിക്കും. എനിക്കിപ്പോ ഇവിടെ ഒരു കർട്ടൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ സ്വീകരിക്കാനില്ലായിരുന്നു, അത് റിട്ടേൺ അടിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ അടുത്ത 10 ദിവസം ഞാൻ പുതിയ ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ സാധനം എന്താ വെച്ചാൽ നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് ഒരു ഐഡിയ രൂപത്തിലോ ഒരു ആശയം രൂപത്തിലോ ഒരു വ്യക്തി രൂപത്തിലോ ഇപ്പൊ അർഷദ് ഇവിടെ എന്താ ചെയ്തത്? ഒരു വാഹനം അവൻ ആഗ്രഹമുണ്ട്, അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വാഹനം, ഇങ്ങനെ ആഗ്രഹിച്ച സീറ്റിൽ ഇരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ച അതിനുള്ള അവസരം കിട്ടി, അവൻ കയറിയിരുന്നു, അവനത് എക്സ്പീരിയൻസ് ചെയ്തു. അതൊരു സ്വീകരിക്കലാണ്. ഞാൻ അടുത്ത സാധനം അതിന്റെ ഇന്റീരിയേഴ്സ് അതല്ലാതെ ഞാൻ തൊട്ട് തലോടി ആഗ്രഹിച്ചെടുത്തു. യൂണിവേഴ്സിന്റെ ലാംഗ്വേജ് ഫീലിംഗ് ആണ്. ഞാൻ കണ്ട വേറെ ഇതാണ് യൂണിവേഴ്സിന്റെ ലാംഗ്വേജ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫീലിംഗ് ആണ്. അത് ഫീലിംഗ് നമ്മൾ എത്രമാത്രം കൊടുക്കുന്നോ എന്താ പറയാ അത്രമാത്രം റിസൾട്ട് നമ്മളിലേക്ക് വരും. അതെ 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 അതെ, ഫീൽ ചെയ്യുക. അതെ അതെ അതെ. അപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ പറഞ്ഞോളൂ അർഷദ്. പോരാഞ്ഞിട്ട് ഡെയിലി നമുക്ക് ആ വാഹനം നമ്മളെ കൺമുന്നിൽ സാധാരണ നമ്മൾ തീരെ കാണാനില്ലാത്തത് ഇപ്പൊ ഡെയിലി വന്നോണ്ട് ഒരു 10 പ്രാവശ്യം 12 പ്രാവശ്യം ഒക്കെ നമ്മളെ കൺമുന്നിലൂടെ അങ്ങനെ പോയോണ്ടിരിക്കാണ്. ഇപ്പൊ ഫാസ്റ്റിംഗ് കൂടിപ്പോ മറ്റു സാധാരണ 1 2 ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 10 15 പ്രാവശ്യം അതിൽ കയറി ഇരിക്കാൻ പറ്റുന്നു, അതിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നു, എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഫോക്കസ്ഡ് ആവണം. നമ്മൾ ഇനി എന്ത് നെക്സ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവണം. അത്രേ ഉള്ളൂ. ഇതിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞിട്ട് എന്ത് ജസ്റ്റ് അവസാനിപ്പിക്കാം. ഞാൻ ഈ വാഹനത്തിന്റെ കാര്യം പറഞ്ഞപ്പം Audi Q5 ആണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള വാഹനം. ഈ വാഹനം എൻ്റെ കയ്യിലേക്ക് വന്നത് ബ്ലാക്ക് കളറിൽ. എൻ്റെ വിഷൻ ബോർഡിൽ ഈ സാധനം ഞാൻ 2012 ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ല, ഞാൻ മറന്നിരുന്നു. ഓക്കെ, അതിന് മുൻപ് ഞാൻ വാങ്ങിച്ച വാഹനവും ഞാൻ വിഷൻ ബോർഡ് നോക്കിയിട്ടല്ല വാങ്ങുന്നത്. ഇതേപോലെ 2012 ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഗ്രേ കളർ എത്തിയോസ് പ്ലാറ്റിന എന്ന് പറഞ്ഞുള്ള വാഹനമാണ്. ഈ വാഹനം തന്നെയാണ് ഞാൻ വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഓഡിയുടെ ഗാനം തന്നെയാണ് ഞാൻ വാങ്ങിയത്. അതിനിടയിൽ BMW വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ ഞാൻ ചിന്ത കൊടുത്തിരുന്നു, പക്ഷെ BMW വന്നില്ല. ഈ സാധനം തന്നെ വന്നു. ഈ 2 വാഹനം കറക്റ്റായിട്ട് വന്ന അവസാനം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനി രസകരമായ ഇത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ സാധനങ്ങൾ അർഷദ് ഇപ്പൊ കണ്ടതുപോലെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അർഷദ് വേണമെങ്കിൽ ഞാൻ പറയണത് ധൈര്യം ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ആദ്യം നീ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ അധികം വൈകാതെ കയ്യിലേക്ക് അത് വരും. സ്വീകരിച്ചോ, അത്രേ എനിക്ക് പറയുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് എങ്ങനെയാണ് വാങ്ങാൻ പോകുന്നത്, അതിന് വേണ്ട പണം ഇതിനെ കുറിച്ചുകൂടി കുറച്ച് ഡെഫിനിഷൻ വരുത്തിക്കളാം. വെറുതെ കാർ ആഗ്രഹിക്കും, അവസാനം നീ കട ഇട്ടിട്ട് ചിലപ്പോൾ അത് വാങ്ങാം. കാരണം നിന്റെ ലൈഫിലേക്ക് അത് കയറി വരും, ഇടിച്ചു കയറി വരും. അപ്പൊ വരുന്ന സമയത്ത് എങ്ങനെ വരണം എന്ന് ഡിഫൈൻ ചെയ്താൽ റെഡി ക്യാഷിന് അല്ലെങ്കിൽ ഇത്ര രൂപ എനിക്ക് അടക്കം ഞാൻ അത് കൊണ്ട് അത് മാനേജ് ചെയ്യാൻ, അതിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി വിഷ്വലൈസ് ചെയ്തോ. ഇല്ലെങ്കിൽ ആ സാധനം ഇടിച്ചു കയറി ലൈഫിലേക്ക് വരും. വന്നിട്ട് എന്താകും, അത് മാനേജ് ചെയ്യാൻ കഴിയാതെ പോകരുത്. അപ്പൊ അതും കൂടെ വിഷ്വലൈസേഷൻ ഉൾപ്പെടുത്തിയാൽ എങ്ങനെയാണോ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണോ അത് ക്ലിയർ ആണ്, അതും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരുള്ളൂ. ഇല്ലെങ്കിൽ വന്ന സാധനം എന്താകും, ഉപകാരപ്പെടാണ്ട് എന്നുള്ളതല്ല, അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഇല്ല സംഗതി പഠിക്കാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടെന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ചെയ്യാൻ പറ്റില്ലെങ്കിൽ. ഇപ്പൊ ലോണിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ലോൺ അടക്കാൻ ബുദ്ധിമുട്ടാവുക, അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അതും വിഷ്വലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റിച്ച് ആവാനും കൂടി വിഷ്വലൈസ് ചെയ്യണം. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആവാനും പ്രിപ്പയർഡ് ആവണം നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോ ഒരു കാറ് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാറിന് നമ്മളുടെ നെസസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. അതായത് നമ്മളിപ്പോൾ ഒരു BMW ആണെന്ന് വിചാരിക്കുക, വെറുതെ ഒരു BMW ഉണ്ടായിട്ട് നമുക്കൊരു കാര്യമൊന്നുമില്ല. നമ്മളുടെ നെസസിറ്റി എന്തായിരിക്കും, നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലുള്ള നെസസിറ്റി, നമ്മളുടെ അതിനനുസരിച്ചിട്ടുള്ള ആഗ്രഹങ്ങളല്ലേ നമ്മൾ വെക്കേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ കാറിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള വഴി തന്നെ ആ കാർ വരാനുള്ള ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വെറുതെ അവിടെ BMW
BMW ആഗ്രഹിക്കുക എന്നുള്ളത്. റിയലിസ്റ്റിക്. അപ്പൊ അല്ല, ഇപ്പൊ അതൊരു ഞാനൊരു റിയലിസ്റ്റിക്. എക്സാമ്പിൾ പറയാം സാർ. Yes. അതായത് ഇപ്പൊ നമ്മളൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ്, പിന്നെ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ബിസിനസ്മാൻ ആണെന്ന് നമ്മുടെ ബ്രെയിൻ അറിയില്ല. നമ്മൾ നിരന്തരമായിട്ട് അഫർമേഷൻ ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ്, ഞാൻ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് 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 അല്ലെങ്കിൽ ഞാൻ ഒരു ബില്യണർ ആണ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പാറ്റേൺ ആണ് നമ്മളെ ഫോളോ ആയിട്ട് വരുള്ളൂ. അതെ അതെ അതെ, ആ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ ഫോളോ ആയിട്ട് വരും. ഇപ്പൊ നമ്മള് ബിസിനസ്മാൻ എന്താ പറയുക, നമ്മളൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണെന്ന് പറയുന്ന സമയത്ത് ആ ഒരു തരത്തിലുള്ള പാറ്റേൺ ഫോം ചെയ്ത് നമ്മൾ ആ ഒരു ലെവലിലേക്ക്, പിന്നെ നമുക്ക് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നത് ആക്ച്വലി. അത് ഫുൾ ലോജിക്കിൽ അപ്പൊ സാറ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കാറിന്റെ കാര്യം പറഞ്ഞ പോലെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നമ്മളിപ്പോ ചില ആളുകൾ ഇപ്പൊ ഒരു 25,000 ഇപ്പൊ ഇൻകം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരിപ്പോ ആ ഒരു ചെറിയൊരു ഇതിൽ വെച്ചേ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇതിപ്പോ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്കൊരു ഫ്രീ ആണ്. നമുക്ക് എന്താ പറയാ, നമുക്ക് യൂണിവേഴ്സ് എല്ലാം നമുക്ക് അകമഴിഞ്ഞിങ്ങോട്ട് തരുന്നൊരു സാധനമാണ്. നമുക്ക് അതിൽ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നിന്റെ ഒരു ആവശ്യമില്ല. നമ്മളൊരു മൈൻഡ് സെറ്റ് എന്തായിട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് റിസീവ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആ ഒരു തോട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഒരു ലിമിറ്റ് ചെയ്തൊരു തോട്ടാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. ആ ഒരു തോട്ട് മാറിയിട്ട് എന്ന് പറഞ്ഞാല് ഇലോൺ മസ്ക് ചിന്തിക്കുന്ന ലെവൽ, അത് ഏറ്റവും ഹയസ്റ്റ് ആണ്. അത്രയൊക്കെയാണെന്ന് എനിക്കറിയില്ല. അല്ല, ഷെഫീലിന് അല്ല, ഞാൻ പറയട്ടെ സാർ. അതായത് ഷെഫീലിന് ഇപ്പൊ ഒരു എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, 2-3 പിന്നെ ബിസിനസ് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഷെഫീലിന്റെ ആഗ്രഹങ്ങൾ വരിക, അങ്ങനെയല്ലേ വരുന്നത്? അല്ല മീൻസ് പിന്നെ ഞാൻ ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നൊരു വ്യക്തിയാണ്. അല്ലാണ്ട് ഞാൻ മീൻസ് ഞാനായിട്ട് തന്നെ പിന്നെ ഉണ്ടാക്കി കെട്ടിപ്പടുക്കിയ ഒരു സംഭവങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഞാൻ ഒരാളെ ആശ്രയിച്ചിട്ടൊന്നുമല്ല. ഞാൻ മീൻസ് അല്ല ശരി, എന്താ പറയാ, പക്ഷെ 4 മാസം മുമ്പാണല്ലോ ഷെഫി ഇതിലേക്ക് വരുന്നത്. അതെ. പക്ഷെ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ 2018 വരെ ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം വെൽത്ത് മാസ്റ്റർ അറ്റൻഡ് ചെയ്തു, ഡിവൈൻ മാസ്റ്റർ അറ്റൻഡ് ചെയ്തു, അഫർമേഷൻസിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് വന്നപ്പോഴേ ഒരു ബ്ലോക്ക് എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി ആ ഒരു ബ്ലോക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും ഞാൻ കൊടുക്കാറില്ലായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൽ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു. പറയുന്നത് ആ ഒരു സമയത്ത് ഒരു ഷെഫീലിന്റെ ഒരു ഇതുണ്ടല്ലോ, ടോട്ടാലിറ്റി, അത് എന്താണ്, കുറച്ച് ബിസിനസ്സും കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ടുള്ള അവിടെ ഒരു ബ്ലോക്കിലാണ് നിൽക്കുന്നത്. ആ ബ്ലോക്കാണ് ഷെഫിക്ക് നീങ്ങുന്നത്. ആ നീങ്ങുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളാണ് ഷെഫി പ്രകടിപ്പിക്കുന്നതും പ്രകടിപ്പിക്കേണ്ടതും. അങ്ങനൊന്നുമില്ല, അങ്ങോട്ട് വാനോളം ആഗ്രഹിച്ചോളാ. ഞാനത് ഇതിൽ കണ്ടിട്ടുള്ളൂ. അല്ല, അല്ലാണ്ട് ഇതിന് സാറ് ലിമിറ്റേഷൻ ഈ വെക്കേണ്ട ആവശ്യം. one minute. Let me interrupt. The reality എന്താണെന്ന് വെച്ചാൽ, ഞാൻ രണ്ടും കറക്റ്റ് ആക്കി തരാം. ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇവിടെ രണ്ടുപേരും പറഞ്ഞത് വളരെ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഡിഫറൻസ് എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. ഷെഫീൽ എന്താ ഉദ്ദേശിക്കുന്നതും അതേപോലെ തന്നെ ഷെഫീൽ ഉദ്ദേശിക്കുന്ന ലെവലിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പോകേണ്ടത്. ഓക്കെ, ഇവിടെ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ കാരണം, ഇതിനിടയിലേക്ക് അർഷദ് ഒരു കാറിന്റെ കാര്യം സംസാരിച്ചു. അപ്പൊ അർഷദ് വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്. സോ അർഷദ് ബിഗിനിങ് ആണ്, ഷെഫീലിനെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. റഷീദ് സാർ ഉദ്ദേശിക്കുന്ന അതാണ്, നമ്മൾ നമ്മളുടെ മറ്റുള്ള സാഹചര്യങ്ങൾ കൂടി ഇതിന് അനുകൂലമായിട്ടല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താലല്ലേ നമുക്ക് അതുകൊണ്ട് യൂസ്ഫുൾ ആവുള്ളൂ. അദ്ദേഹം അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയും, അതായത് പ്രാക്ടിക്കൽ കോഷ്യൻസ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇമോഷണൽ കോഷ്യൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് IQ അല്ലെ, ഇമോഷണൽ കോഷ്യൻസ്, ഇന്റലിജൻസ് കോഷ്യൻസ്, പിന്നെ വരുന്നത് സ്പിരിച്വൽ കോഷ്യൻസ്. അതേപോലെ സാധനമാണ് പ്രാക്ടിക്കൽ കോഷ്യൻസ് എന്ന് പറയും. പ്രാക്ടിക്കൽ കോഷ്യൻസിൽ റഷീദ് കുറച്ച് മുന്നിലാണ്. ഓക്കെ, അപ്പോൾ റഷീദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഏത് ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രാക്ടിക്കലി സംഗതികൾ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. സോ ഈസ് ഇറ്റ് നീഡഡ്? ഇവിടെ ഷിഫിൽ സംസാരിക്കുന്നത് പോസിബിലിറ്റിയെ കുറിച്ചാണ്. പോസിബിലിറ്റി ആ ലെവൽ സംഗതികൾ മാത്രമാണ്. അത് ഈ പ്രാക്ടിക്കലായിട്ടുള്ള സാധനമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഇനി അർഷദിന്റെ ഒരു കേസിലേക്ക് വരാം. അർഷദിനോട് നമ്മൾ സംസാരിച്ചൊരു കാര്യം എന്താണ്, അർഷദ് ഒരു കാർ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അതൊരു BMW അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ ഈ സംഗതിയോ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യും. അവിടെ റഷീദ് പറയുന്നത് റെലവെന്റ് ആണ്. എന്ത് റഷീദ് പറഞ്ഞ പോയിന്റ് റെലവെന്റ് ആവുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റേഷനായിട്ട് ഒരു ബന്ധമില്ല. അതേ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ഇത് അച്ചീവ് ചെയ്യണോ വേണ്ടയോ നമ്മൾ ആലോചിക്കണം. നമ്മൾ ആലോചിക്കണം. ആലോചിക്കാതെ ഈ സാധനം കൊടുത്താൽ അച്ചീവ് ചെയ്യപ്പെടും, അത് അട്രാക്ട് ചെയ്യപ്പെടും. ലിമിറ്റിംഗ് ബിലീഫ് അല്ല, അതായത് ലിമിറ്റിംഗ് ബിലീഫ് അല്ല. ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ സാധനവും വേണോ?
വേണ്ട ആവശ്യമില്ല. വേണ്ട. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മതി. ആവശ്യമുള്ളതല്ലേ വേണ്ടതുള്ളൂ. നിങ്ങൾ അർഷദിന് ആഗ്രഹിച്ചത് കിട്ടും എന്നാണ് ഏത് കാർ ഷിഫിൽ അർഷനും ഉണ്ട്. പറയുന്നത്. 1 മിനിറ്റ്, നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം സാറേ കിട്ടും അദ്ദേഹം എന്നാണ് ഉദാഹരണമായിട്ട് ഷിഫിൽ പറഞ്ഞതേ പറയുന്നത്. സാറേ, ഹലോ, അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത് ഒരു കാർ ആഗ്രഹിക്കുമ്പോൾ ആ കാറ് വരാനുള്ള വഴി വീട്ടിലേക്ക് ഇല്ലെങ്കിൽ പിന്നെ അത് ആഗ്രഹിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചത്. അപ്പൊ അത് 1 മിനിറ്റ്, നിങ്ങൾ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. അതായത് അദ്ദേഹം ആഗ്രഹിച്ചതേ, അദ്ദേഹം ഇപ്പൊ പറഞ്ഞു, റഷീദ് സാർ ഇവിടെ പറഞ്ഞത് കാറ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന വഴി കൂടി അനുകൂലമല്ലെങ്കിൽ പിന്നെ ആ കാറിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിലാണ് ആദ്യം ആഗ്രഹിക്കേണ്ടത് വഴിയാണ്. ആദ്യം ആഗ്രഹിക്കേണ്ടത് വഴിയാണ്. അല്ലല്ല, 1 മിനിറ്റ്, അല്ലല്ല, ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ലിമിറ്റിംഗ് ബിലീഫ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാ, ഡ്രീം കണ്ടുകൊണ്ട് തന്നെ ഈ കാർ ആഗ്രഹിച്ചാൽ തന്നെ ആ വഴിയും കൂടി ഓക്കെ ആകൂലേ എന്നുള്ളതാണ് ചോദ്യം. അതെ, അതാണ് നടക്കും. ഇവിടെ പ്രോബ്ലം അത് റഷീദ് സാറ് ക്വസ്റ്റ്യൻ അതല്ല. റഷീദ് സാറ് ക്വസ്റ്റ്യൻ അതായിരുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല റഷീദ് സാർ അത് ഫ്രെയിം ചെയ്തത്. എന്റെ തോന്നൽ കേട്ടോ, എന്റെ തോന്നൽ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം ഇത്രയേ ഉള്ളൂ. കാർ വഴി ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാര്യങ്ങളൊന്നും എത്താത്ത ഒരാൾ ഈ സാധനം നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് ശരിക്കും അനലൈസ് ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടേ എന്നുള്ളതാണ് സാർ ചോദിച്ചിട്ടുള്ളത്. യെസ് ഓർ നോ റഷീദ് സാർ, ആണോ? യെസ്, അത് തന്നെയാണ്. അതാണ്. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. അത് കറക്റ്റാണ്, റഷീദ് സാർ പറഞ്ഞ കറക്റ്റാണ്. കാരണം പക്ഷേ അതായത് അതൊരു ചോയ്സിന്റെ കാര്യമാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ? ആഗ്രഹങ്ങൾ എന്താഗ്രഹിച്ചാലും ഷിഫിൽ പറഞ്ഞ പോലെ എന്തും നിങ്ങൾക്ക് കിട്ടും. എന്തും നിങ്ങൾക്ക് ആഗ്രഹിക്കാം, എന്തും നിങ്ങൾക്ക് കിട്ടും. അപ്പോ അത് നിങ്ങൾക്ക് ലഭിക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. എന്തും ലഭിക്കും. തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരു കഥയുണ്ടല്ലോ സാർ. എന്ത് തൊട്ടാലും അത് ഗോൾഡായി പോവാ. അത് ഭയങ്കര ആഗ്രഹമാണല്ലോ. ആ ആഗ്രഹം അയാൾക്ക് വിനയായി പോയില്ലേ? അങ്ങനെ അതെ, അത് വിനയായി പോകുക എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നമ്മൾ പോകണ്ട. അതായത് അത് വേറെ സ്റ്റോറിയാണ്, അത് വേറെ ആസ്പെക്ട് ആണ്. അതായത് അത്യാഗ്രഹമായി മാറുന്ന ഒരു സ്റ്റേജാണ്. അതല്ല നമ്മുടെ സ്റ്റോറി. അപ്പൊ ഏത് സ്റ്റോറി പോകുമ്പോ ഇവിടെ ഷിഫിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അത് സിമ്പിൾ ആയിട്ട് ഇത്ര എടുത്താൽ മതി. യു ക്യാൻ അട്രാക്ട് എനിത്തിങ് യു വാണ്ട്. ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് വേണോ വേണ്ടേ? ഷിഫിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഷിഫിലിന് വേണം, ഷിഫിൽ അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയട്ടെ, ലെറ്റ് മീ ഫിനിഷ്. നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കും, അത് നിങ്ങളിലേക്ക് വരും. പക്ഷേ അതുകൊണ്ട് തന്നെ ആ വരുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണോ വേണ്ടിയോ അതും കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു ലിമിറ്റിംഗ് ബിലീഫ് ആവുന്നില്ല. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളുടെ ചോയ്സ് ആണ്. എത്ര വേണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ആഗ്രഹിച്ചുകൂടെ? അതിൽ തെറ്റില്ല. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ആഗ്രഹിക്കാം, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷെ ആഗ്രഹം ശരിക്കും മനസ്സിന്റെ ഉള്ളിൽ നമ്മൾക്ക് അതിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ആയിരിക്കണല്ലോ. വെറുതെ അതിന്റെ അല്ല. ഇപ്പൊ കാർ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമുക്കിവിടെ എനിക്കൊരു 10 നില ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കണം, അതിന്റെ ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹിച്ചൂടെ? എന്താ തെറ്റ്? ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാനതുപോലെ വലിയ ആഗ്രഹമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്റെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ട്. പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വേറെ കുറെ കാര്യങ്ങൾ അതിനോടൊപ്പം മാനിഫെസ്റ്റ് ചെയ്തു വരേണ്ടതായിട്ടാണ് ഉള്ളത്. ഇപ്പൊ ഞാൻ എന്റെ തന്നെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്കിപ്പോ ഒരു വേഗണാർ കാറാണ് ഉള്ളത്. അപ്പൊ പക്ഷെ വൈഫ് പറയുന്നത് കുറച്ചുകൂടെ വലിയ കാർ മേടിക്കണം എന്നാണ് പറയുന്നത്. മോന് വേറെ കാറുണ്ട്. അപ്പൊ ഇത് എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത് ഒരു വിഷയമാണ്. അതായത് അപ്പൊ വൈഫ് പറഞ്ഞല്ല, എനിക്ക് കുറച്ചുകൂടി വലിയ കാർ വേണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിൽ എന്താ തെറ്റുള്ളത്? അപ്പം അവളുടെ ആഗ്രഹം അനുസരിച്ചിട്ട് അത് നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഈ കാറ് അത്ര സ്ഥലത്തേക്ക് പോകാനുള്ളൂ എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഈ സാഹചര്യങ്ങൾ മാറി വരും. അപ്പൊ അതിനനുസരിച്ച് അന്നേരം നമുക്ക് ആ ആഗ്രഹത്തിലേക്ക് പോകാം. ഇങ്ങനെ ഇതിനൊരു ടാറ്റനെ പോലെയാണ്. ടാറ്റക്ക് എല്ലാം ഉണ്ടായിട്ട് ടാറ്റ ഏറ്റവും ചെറിയ വണ്ടിയിലാണ് യാത്ര ചെയ്യുക, എക്കണോമിക് ക്ലാസ്സിലെ യാത്ര ചെയ്യുക. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റക്ക് പൈസ നമ്മൾ വളരുമ്പോ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് കൂടി മാറണ്ടേ? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഓരോരുത്തർ കാഴ്ചപ്പാടാണത്.
അതെ, അത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇവിടെ ശരിക്കും ആക്ച്വലി നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഇവിടെ ഇദ്ദേഹത്തിന് വാഗ്നർ വാങ്ങാനുള്ള വരുമാനം എന്നല്ല ഉള്ളത്. റഷീദ് സാർ അതെ. ആക്ച്വലി ഒരു BMW കൊണ്ടുനടക്കാനും റേഞ്ച് റോവർ ഞാൻ ഇൻകവും പറഞ്ഞു റേഞ്ചും കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. അതെ റേഞ്ച് റോവർ വാങ്ങിക്കണം. അതാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്. റേഞ്ച് റോവർ അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. അതിൽ നമുക്ക് ചോയ്സ് ഒരിക്കലും ആണ്. അദ്ദേഹത്തിന്റെ കംഫർട്ടാണ്. അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹം അത്രേ ചിന്തിക്കുന്നുള്ളൂ. ലോജിക്കലായിട്ട് അദ്ദേഹം ചിന്തിക്കാണ് എനിക്കിപ്പോ പോകാൻ. അദ്ദേഹത്തിന് അത്രയും ഇൻട്രസ്റ്റ് ഉള്ളതിനോട്. ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പൊ രണ്ട് ചോയ്സ് ഉണ്ട്. റഷീദ് സാറിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഇൻട്രസ്റ്റ് ഒന്ന് കൂട്ടിയാല് വൈഫും ഡബിൾ ഹാപ്പി ആവും, മക്കളും നല്ല ഹാപ്പി ആവും. അപ്പൊ അങ്ങനെ ഒന്ന് കൂട്ടും. അതെ 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 മറ്റേ ശത്രുവിനെ മിത്രമാക്കാൻ വേണ്ടി പോയ കൂട്ടത്തില് കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് നമുക്കിന്ന് പിരിയാം. വളരെയധികം സന്തോഷം. ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച്. അത് പറഞ്ഞപ്പോ വൈഫിന് വേണ്ട എന്തൊരു സന്തോഷം. ഇന്ന് നീക്ക് വാങ്ങിക്കാളെ സംഭവം മാനിഫെസ്റ്റഡ് ആയി. പക്ഷെ അത് ഷെഫില് നേരത്തെ പറഞ്ഞതുപോലെ എന്താ വെച്ചാല് ചിലതൊക്കെ നമ്മൾ എന്താ വെച്ചാല് അങ്ങ് ലെറ്റ് ഗോ ചെയ്യാം. നമ്മുടെ ലോജിക്കൽ സംഗതി ഒന്ന് വിടുക. കുറച്ചൊക്കെ ലൈഫ് കുറച്ചൊന്ന് ബെറ്റർ ആവട്ടെ. നമ്മുടെ ശരീരം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര നടക്കട്ടെ. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. റഷീദ്ക്കാർക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. വളരെ ലിമിറ്റിംഗ് തിങ്കിങ് ആയിട്ട് ചിലർക്ക് അത് മാറും. ഓക്കെ, പക്ഷെ അവരതിൽ ഹാപ്പി ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താ വെച്ചാൽ അബണ്ടൻസിനെ വെൽക്കം ചെയ്യണം. അത് വെൽക്കം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അബണ്ടൻസ് നമുക്കും നമ്മുടെ ചുറ്റിലുള്ളവരിലേക്കും വരും. ഐശ്വര്യം വരാൻ അത് സഹായകമാകും. അപ്പൊ അത് എന്താ വെച്ചാൽ അതൊരു എനർജിയാണ്. നമുക്കത് വേണ്ട, കൂടുതൽ അബണ്ടൻസ് നമുക്ക് വേണ്ട എന്നൊരു തിങ്കിങ് നമുക്കത് ദൂർത്താണ്. അല്ലെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ സാറ് നേരെ ചിന്തിച്ച പോലെ തൊട്ടതെല്ലാം പൊന്നാകുന്നു. അപ്പൊ അത് പിന്നെ അവസാനം ആ വ്യക്തിക്ക് കൂടുതൽ ആർത്തി വരും. അപ്പൊ എന്തോ ഒരു ഫിയർ ചിലപ്പോൾ സാറിന് ഉണ്ടാകാം. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ചിലപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിൽ സാർ ഓൾറെഡി ക്ലിയർ ആണ്, സാറിന്റെ ഉദ്ദേശത്തിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. പക്ഷെ എന്തായാലും ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിലേക്കെല്ലാം നല്ലത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു അതിൻ്റെതായ റൈറ്റ് രീതിയിൽ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. വരുന്നത് വരട്ടെ, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വരുന്നത് വരട്ടെ എന്ന് തന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വാഗ്നറിൽ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു കംഫർട്ട് ഉണ്ട്. ആ കംഫർട്ട് ഉണ്ട്. പക്ഷെ എന്നാൽ നിങ്ങൾ ലോങ് യാത്ര ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പാലക്കാട് വരെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഇന്നോവ കാർ ഉണ്ട് എങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവിടെ ഒരു ഓഡി കാറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് നൽകുന്ന സേഫ്റ്റിയും കംഫർട്ടും ഡിഫറെന്റ് ആണ്. പുറമെ ആൾക്കാർ എന്ത് ചിന്തിക്കണം എന്നുള്ളതല്ല, നിങ്ങൾ നോക്കേണ്ടത് അതിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ശരീരം ടയർഡ് ആവില്ല. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഓടി കാർ പർച്ചേസ് ചെയ്തതിനു ശേഷം എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആക്ച്വലി അതിൽ യാത്ര, ഞാൻ ഗോവ വരെ അതിൽ യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ഗോവ വരെ ഡ്രൈവ് ചെയ്തിട്ട് പുറത്തിറങ്ങിയ ഫുൾ ഫ്രഷ് ആണ്. ഇവിടെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ അത്രയും ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇടയ്ക്ക് പാലക്കാടും കോഴിക്കോട് അടിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. യു നീഡ് എ ബെറ്റർ കാർ. യുവർ ബോഡി ഡിസേർവ് എ ബെറ്റർ കാർ. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് കൊടുക്കുക. ബിക്കോസ് ദാറ്റ്സ് ദ വേ യു ക്യാൻ ഹാവ് എ ബെറ്റർ ലൈഫ്. എനിവേ, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ഹാവ് എ ബെറ്റർ ലൈഫ്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഉഷാറായിട്ട് നല്ല രീതിയിലേക്ക് നടക്കട്ടെ. ആരുടെങ്കിലും നിങ്ങളുടെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് എന്ത് ചെയ്യുക, കൂടുതൽ ആൾക്കാർ എന്ത് പഠിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. വീണ്ടും നമ്മുടെ കോഴ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, കണക്റ്റഡ് ആവാം. നിങ്ങൾ പകുതി ഫീസ് അടച്ചാൽ മതി. പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് $8,800 നമ്മുടെ കോഴ്സ് വരുന്നത്. സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഷെയറും ചെയ്യാം. 18-ാം തീയതി കേട്ടോ. ഹലോ സാർ, പറഞ്ഞോളൂ. ഞാൻ ബുഷൈനാണ്, ഉമ്മാടെ ഫോണിൽ നിന്നാണ് ഞാന്. പറഞ്ഞോളൂ സാർ. ഇപ്പോ ഈ നമ്മുടെ ഈ ഒരു ഇതിനെ പറ്റിയിട്ട് ഇപ്പൊ അവസാനം ഒരു ഡിസ്കഷൻ വന്നില്ലേ, അപ്പൊ എനിക്കുണ്ടായൊരു ഡൗട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ മെഡിറ്റേഷനിലൊക്കെ ഐ ആം റിച്ച്, അതായത് നമ്മൾ റിച്ച് ആവുന്നത് ഒരു നല്ല കാര്യം എന്നുള്ള രീതിയിൽ സാർ ഇപ്പൊ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ എനിക്ക് ഉണ്ടായ ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ ബുദ്ധന്റെ കഥകളൊക്കെ കേൾക്കുമ്പോ ആക്ച്വലി എനിക്ക് ഭയങ്കര ആരാധന തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം കുറെ അയാൾക്കുണ്ടായിരുന്ന കുറെ എന്താ പറയാ ഒരു അടിപൊളി. അതാരാ അതിന്റെ ഇടയില്? ഓക്കെ, 1 മിനിറ്റ്. ബഷീനെ പറഞ്ഞോളൂ. ഒരു രാജ്യം 1 മിനിറ്റ്. ബഷീൻ അത് അൺമ്യൂട്ട് ആയി പോയി, എന്ന് പറയൂ. രാജ്യം വീണ്ടും അൺമ്യൂട്ട് ആയി പോയി. ഐ എം സോറി, പറയൂ. ഒരു രാജ്യം. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. രാജ്യം അധികാരം എല്ലാം ഉപേക്ഷിച്ച് വേറൊരു ആത്മീയതയിലേക്ക് പോയ
അങ്ങേരെ നമ്മളൊരു ഗ്രേറ്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ. Yeah. അപ്പൊ ശരിക്കും ഇപ്പോ സാറിപ്പോ പറഞ്ഞു തന്നിട്ടുള്ള നമുക്ക് റിച്ച് ആയിരുന്നെങ്കിൽ ഒരുപാട് മനുഷ്യരെ സഹായിക്കാമായിരുന്നു, സഹായിക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണണം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തിക്കും ശരിക്കും ഇപ്പോ അവിടെ ഒരു കിങ് ആയിട്ട് ജീവിക്കായിരുന്നുണ്ടെങ്കിൽ ഒരുപാട് മനുഷ്യരെ സഹായിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ വ്യക്തി വേറൊരു പാത്ത് തെരഞ്ഞെടുത്തു. Yeah. അപ്പൊ അതില് നമുക്ക് അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികൾക്ക് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവൂലേ? അതെ, ഇഷ്ടങ്ങളുണ്ടാവും. അതെ, ഇഷ്ടങ്ങളുണ്ടാവും. അപ്പൊ ഈ റിച്ച് ആവണത് ആഗ്രഹിക്കണം അല്ലെങ്കിൽ റിച്ച് ആവാൻ തോന്നാത്തത് ഒരു നെഗറ്റീവ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നെഗറ്റീവ് അല്ല. റിച്ച് ആവാൻ തോന്നാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചോയ്സ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ഇപ്പോ നമ്മളതൊരു നന്മ കൂടി കണ്ടെത്തിയാൽ മതി. ഞാൻ ഒരു ഇതാണ് കണ്ടത്. നമ്മളിപ്പോ എന്തൊരു ഇന്റൻഷൻസ് ഉണ്ടെങ്കിലും അതിലൊരു നന്മ കൂടി നമ്മൾ കണ്ടെത്തുക. എന്തെങ്കിലും ഓക്കെ, 1 minute, let me finish. ഓക്കെ, ആ ചോദ്യം എന്നോട് ചോദിച്ചോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മളുടെ ലൈഫിലെ നമുക്ക് ഇപ്പൊ ബുദ്ധൻ അങ്ങനെ യാത്ര ചെയ്തു പോയി. ഓക്കെ, അദ്ദേഹത്തിന്റെ എല്ലാം ഇട്ടെറിഞ്ഞ് രാജ്യമൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം അങ്ങനെ പോയിട്ട് അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചിന്തിക്കാനുണ്ടായിരുന്നു, മെഡിറ്റേഷൻ ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു പ്രത്യേക മൈൻഡ് ഷിഫ്റ്റിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഒരു കംപ്ലീറ്റ്ലി ലൈഫ് പർപ്പസ് തന്നെ വേറെ ലെവലിലേക്ക് പോയിട്ട് അദ്ദേഹം ആ ഒരു വേറെ ട്രാക്കിൽ തന്നെ പോയേക്കാണ്. അദ്ദേഹം പോയിരിക്കുന്ന ആ ട്രാക്ക് എന്ന് പറയുന്നത് അതിലൂടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ രാജാവായിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ലായിരിക്കാം, അറിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവില്ലായിരിക്കാം. അദ്ദേഹം വേറെ രീതിയിലൊക്കെ ചെയ്യുമായിരിക്കും. അപ്പം ഒരാളുടെ ലൈഫിൽ ഇപ്പോൾ ഒരാളൊരു ചൂസ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. ആ ചോയ്സ് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാനുള്ള ഇതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞത് ചോയ്സിന്റെ കാര്യം, ആദ്യം ഞാൻ ചോയ്സിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരാൾ ഒരു കാറ് ബെറ്റർ ആക്കാം എന്ന എക്സാമ്പിൾ ഞാൻ പറയാൻ കാരണം, അങ്ങനെ ആക്കിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അത് അദ്ദേഹം ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഐഡിയ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ ഐഡിയ ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ശരിയാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഇന്നേവരെ അദ്ദേഹം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഡിഫറെന്റ് ഫിലോസഫികൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഇവിടെ തെറ്റല്ല. ഒരു ചിന്താഗതിയും ഒരു ജീവിത രീതിയും തെറ്റല്ല. സാറിപ്പോ ഒരു കാറിന്റെ സാറേ ഇപ്പൊ കാറിന്റെ ആ കംഫർട്ട് സാറിപ്പോ പറഞ്ഞല്ലോ. അപ്പോ വേണമെങ്കിൽ നമുക്കൊരു ബസ് യാത്രയാണെങ്കിലും അതിപ്പോ നമ്മുടെ മൈൻഡ് അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു രസല്ലേ? അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതൊരു രസമാണ്. പക്ഷേ അങ്ങനെയൊന്നും എൻജോയ് ചെയ്യാതെ തന്നെ കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട്. ആ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യത്തിൽ തന്നെ ഇരിക്കണം. ചിന്തിക്കാതെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യാതെ തന്നെ അത് വേറെ എൻജോയ്മെന്റാ. പക്ഷെ ബസ് ഒരു കുഴിയിൽ ചാടിയാല് അത് ഫീല് വേറെ തന്നെയാണ്. എൻജോയ്മെന്റ് ആണ്. നല്ല സുഖം. നല്ലൊരു കുഴിയിലാണ്. പക്ഷേ Q7 BMW 5 Series സാധനങ്ങളോ ആ കീഴിൽ ചാടിയാൽ അറിയൂല. അതാണ് അതിന്റെ ഡിഫറൻസ്. അത് ബുദ്ധൻ ഇപ്പൊ ജീവിക്കുകയാണെങ്കിൽ ഫെറാറി ഓടിക്കും. ബുദ്ധനെ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഒരു ഗ്രേറ്റ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതിനൊരു റീസൺ ഉണ്ടല്ലോ. അതെ, അത് റീസൺ ഞാൻ പറഞ്ഞല്ലോ. ചോദിക്കുന്നത് അത് അതായത് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അത് ചോയ്സ് ആണ്. അത് പറഞ്ഞോ ഇല്ല. ബുദ്ധനെ പോലെ എല്ലാവരും ആവുക എന്നുള്ളതല്ല ബുഷേന ശരി. ബുഷേന ആ ഒരു ഫ്രെയിംവർക്കിൽ നിന്ന് പുറത്തു പോവാ, എന്നിട്ട് കുറച്ചും കൂടി വലുതായിട്ട് കാണാം. അതായത് അതിനർത്ഥം ബുദ്ധൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെ പോയതും തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശരിയാണ്. ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റണം, വളരെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്, അതെന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ബുഷേന ചിന്തിക്കേണ്ടത്. നമ്മളെ ഡ്രീം വലുതാക്കിയിട്ട് കിട്ടുന്ന പണം നമുക്ക് ചാരിറ്റി ചെയ്തൂടെ? അതിനെ നമ്മൾ ഒന്ന് ചിന്തിക്കൂ. എല്ലാം നല്ലതാന്ന് ചിന്തിക്കൂ. ബുഷേന റോബിൻ ശർമ്മയുടെ ഒരു ബുക്ക് ഉണ്ട്, ദ മോങ്ക് ഹൂ സോൾഡ് ദ ഫെറാറി എന്ന് പറഞ്ഞിട്ട്. അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കുറെ ഐഡിയാസ് കിട്ടുമായിരുന്നു. റോബിൻ ശർമ്മ ചെയ്യുന്നതും അങ്ങേര് എഴുതിയ ബുക്ക് തന്നെയാണ് ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറഞ്ഞാൽ ഫെറാറി ഉണ്ടായിരുന്ന ഒരാൾ അത് വിറ്റിട്ട് മോങ്കായി മാറി. അപ്പൊ അയാളുടെ ഒരു ചോയ്സ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ചോയ്സ്. എല്ലാം നല്ലതാണ്. നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോവാം. ഓക്കെ, എല്ലാം നല്ലതാണ്. സമ്പത്ത് നല്ലതാണ്. ഓക്കെ, ബെറ്റർ വാഹനങ്ങൾ വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു. സന്യാസി ആവുമോ? ഓക്കെ,
ഇല്ലില്ല, അതെല്ലാം എന്താ പറയാ, സന്യാസിലല്ലേ നമുക്ക് തമാശ. ഓരോ ഇൻട്രസ്റ്റുകള്. ഞാൻ ഈ റിച്ച് എന്ന് പറയുമ്പോ സംഗതി സാറ് പറഞ്ഞ പോലെ ഒരു ഹൈ ക്ലാസ് ലൈഫ്, പക്ഷെ നമ്മൾ ഇപ്പോഴും ഹാപ്പിയാണ്, അപ്പോഴും ആ ഹാപ്പിനെസ് തന്നെ അല്ലേ കിട്ടുന്നത് എന്നുള്ളൊരു അല്ല അത് ഡിഫറെന്റ് ആണ്. അത് ഷാറുഖ് ഖാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. നിങ്ങള് റിച്ച് ആവുന്നതിനെ കുറിച്ചുള്ള ഫിലോസഫി നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം റിച്ച് ആവുക, എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന പറയും. ഓക്കെ, മനസ്സിലാവുണ്ട്. അതായത് നമുക്ക് അറിയാത്ത ചില സംഗതികളുണ്ട്. ഞാൻ അത് പറഞ്ഞുതരാം എന്താന്നുള്ളത്. നമ്മുടെ ആ സാധനം ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അബണ്ടൻസിൽ നിങ്ങൾ നിന്നിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾ അബണ്ടൻസിന്റെ ടോപ്പിൽ നിന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീല് വേറുണ്ട്. ബുദ്ധൻ ഇതെല്ലാം അനുഭവിച്ചതിന് ശേഷം തിരിച്ചു പോയ ഒരാളാണ് അല്ലെ. ബുദ്ധന്റേതായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിൽ നിന്ന് അദ്ദേഹം പോയത്. അദ്ദേഹത്തിന്റെ ചോയ്സ് വേറെയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇതെല്ലാം ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ കാഴ്ചപ്പാടുകളും ശരിയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമുക്ക് നിൽക്കാം. ബുദ്ധൻ അനുഭവിച്ചിട്ടാണ് സാറേ പോയത്. എല്ലാം അനുഭവിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം എല്ലാം അനുഭവിച്ചിട്ട് പോയി എന്നതിനർത്ഥം അദ്ദേഹം എന്താ ചിന്തിച്ചത് നമുക്കറിയില്ല. അദ്ദേഹം ആദ്യം തന്നെ പോകണ്ടേ? നമുക്ക് ആദ്യം ഇത് അബണ്ടൻസിലേക്ക് എന്നിട്ട് ഞാൻ ഹിമാലയത്തിൽ പോയിട്ട് സന്യാസിയാവാം. അത് കേട്ടോ നിങ്ങള്. ബുധനെല്ലാം സുഖിച്ചെല്ലാം കഴിഞ്ഞിട്ടാ പോയത്. അപ്പൊ എന്നിട്ട് നമ്മളോട് വന്നിട്ട് പറയാം സുഖിക്കാൻ. നമ്മളെ സുഖിച്ചിട്ട് പോകുന്ന പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്താണ്? ആശയാണ് എല്ലാ നിരാശകൾക്കും കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആശയല്ല, ആഗ്രഹം അല്ലേ? ആഗ്രഹമാണ് എല്ലാ നിരാശകൾക്കും കാരണം. അത് അദ്ദേഹത്തിന് തോന്നിയ കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഒരു പേഴ്സ്പെക്റ്റീവിൽ കറക്റ്റ് ആണ്. ഒരു പേഴ്സ്പെക്റ്റീവിൽ അദ്ദേഹത്തിന് കറക്റ്റ്. അത് എല്ലാവരും അദ്ദേഹത്തിന് മഹാനായതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ ഒരാളുടെ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്. അയാൾ പറഞ്ഞത് ഒരു ആസ്പെക്റ്റിൽ ശരിയാണ്. എന്നാൽ ഇതേ ആഗ്രഹങ്ങളൊന്നും മനുഷ്യനില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലും ചിലപ്പോൾ വേറെ ആളെ ബാധിക്കാം. ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഓരോന്നാണ്. അതിപ്പോ ഒരു വരുമാനത്തിൽ ഒരാൾ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ സാധനവും കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫായിട്ട് വെച്ച് നോക്കുമ്പോൾ ഫിറ്റ് ആയിരിക്കില്ല. ഇപ്പൊ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒരാൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാന്ന് വെച്ചോളൂ. 100% അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നയിക്കാൻ. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. നിങ്ങൾ എല്ലായിടത്തും നല്ലത് എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് വെച്ച് നോക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നോക്കുക. എന്നിട്ട് നിങ്ങൾ അത് അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലേക്ക് കറക്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് അടിച്ച് പൊളിച്ച് അങ്ങ് ജീവിക്കുക. ബി ഹാപ്പി. ദാറ്റ്സ് ഓൾ. അതിനിടയിൽ കുറെ പണി കിട്ടും, കുറെ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ വന്നാലും ഷിഫില് പറഞ്ഞ മാതിരി എല്ലാം പോസിറ്റീവായിട്ട് കാണുക, ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്യുക, റെഡി ആകുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ പോലെയാണ്. ആവശ്യമുള്ള എടുത്ത് വാങ്ങിട്ട് വരാം, ബാക്കിയെല്ലാം അവിടെ ഇരുന്നോട്ടെ. ദാറ്റ്സ് ഓൾ. നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. റെഡി ആയിട്ട് നിൽക്കട്ടോ. ആരെങ്കിലും ഒരാൾ റെഡി ആയിട്ട് നിൽക്കുക, ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്. പോലെ ഒരുപാട് അച്ചീവ് ചെയ്യണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഒരുപാട് ചെറുതാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു ഇവന്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് ഓരോരുത്തരുണ്ട്. അവർക്ക് ഓരോരുത്തരും നമ്മൾ ഈ അവസരത്തിൽ എന്ത് ചെയ്യണം, നന്ദി അറിയിക്കുകയാണ്. ഓരോ ടീം മെമ്പേഴ്സും എല്ലാ മെന്റേഴ്സിനും താങ്ക്സ്. ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു. നിങ്ങളില്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം താങ്ക്സ് പറയും. വന്നിരിക്കുന്ന എല്ലാവരും കൂടെ ഇത്രയും ആൾക്കാരുണ്ടാകുമ്പോഴാണ് ഇത് വിജയിപ്പിച്ചത്. അതെ സാർ, ഇത് നല്ല സെഷൻ ആയിരുന്നു. ഇത് പുതിയൊരു സംരംഭമാണല്ലോ. പുതിയൊരു സെഷൻ തുടങ്ങിയത് വളരെ നന്നായി. വെരി ഗുഡ്, താങ്ക് യു. കാരണം നമുക്കറിയാം പലരും ഇങ്ങനെ കണക്ഷൻ വിട്ടു അവർക്കൊക്കെ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. വെരി ഗുഡ്. നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് ഇതിന്റെ ഓഫ്ലൈൻ വേണം സാർ. കാലിക്കറ്റ് പ്രോഗ്രാം ഈസ് വെരി അമേസിംഗ് ആൻഡ് വെരി ഓഫ്ലൈനും കൂടെ പൊളിക്കും. താങ്ക് യു. ഹലോ സർ. താങ്ക് യു. ഹലോ സർ. യെസ് പറഞ്ഞോളൂ. ക്ലാസ് വേറെ ലെവലായിട്ടാ. താങ്ക് യു ജസീല. താങ്ക് യു. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നാളെ ഇനി അടുത്ത സൺഡേയിൽ വീണ്ടും കാണാം. അതിനിടയിൽ നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ട്, മറക്കരുത്. നാളത്തെ മോർണിംഗ് ക്ലാസ് വളരെ സ്പെഷ്യൽ ക്ലാസ് ആണ്. കം ടു ദ പ്രോഗ്രാം ആൻഡ് ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ. പിന്നെ 18-ാം തീയതി പ്രോഗ്രാം നടക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് മാസ്റ്ററി പങ്കെടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ലൈഫ് മാസ്റ്ററി എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. ലൈഫ് മാസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡെപ്തിൽ കിട്ടും. ഷിഫിലിന് കിട്ടിയുള്ള റിസൾട്ട് വേറെയാണ്.
മെറ്റീരിയലിസ്റ്റിക് റിസൾട്ട്, അതേപോലെ നിങ്ങളുടെ കരിയർ റിസൾട്ട്, ബിസിനസ് റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഡെപ്തിലേക്ക് പോകാൻ പറ്റും. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ വൺ ടു ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, പിന്നെ 2-ാം തീയതി ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാം. ഷെഹലയാണ് ക്ലാസ് എടുക്കുന്നത്, ഞാനല്ല. അപ്പൊ പുതിയ ട്രെയിനറാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. വെറും 999, അതായത് 999 രൂപയുള്ളൂ, 1000 രൂപയ്ക്ക് താഴെയാണ് കോഴ്സ് ഫീ വരുന്നത്. 5 ദിവസത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ദാറ്റ് ഈസ് ഓൾസോ കമ്മിങ്. എനിവേ, നിങ്ങൾക്ക് ലൈഫ് മാസ്റ്ററിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അറ്റൻഡ് ചെയ്യാൻ 18. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ, നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ററാക്റ്റീവ് സെഷൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ നമുക്ക് അധികം ചെയ്ത കുറേ പ്രോഗ്രാമുകൾ പെൻഡിങ് ഉണ്ട്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് അടിപൊളി ഒരു റിസോർട്ടിലേക്ക് നമുക്ക് പോകാനുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഒരു 2 days നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസിന് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ ആ റിസോർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സൂര്യനെല്ലിയിൽ ഒരു റിസോർട്ട് കണ്ടിട്ടുണ്ട്. അവിടേക്ക് പോകണോ, വയനാട് പോകണോ, കാലിക്കറ്റ് പോകണോ എന്നുള്ളത് നമുക്കറിയില്ല. വി വിൽ ഗോ സംവെയർ, വി വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എപ്പോഴായിരിക്കും സാർ? ഏത് ടൈമിലായിരിക്കും? ഏത് മന്ത് ആയിരിക്കും? നിങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ കറക്റ്റ് ടൈമിലേക്ക് വന്നോളൂ. നിങ്ങൾ ഭയങ്കര പവർഫുൾ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുക, നിങ്ങൾ ചേഞ്ച് ചെയ്യാം. താങ്ക് യു. ഓക്കെ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.